السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് കഴിഞ്ഞു പോയ ചരിത്രം പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ വളരെ പ്രസക്തമായി ഓർമ്മപ്പെടുത്തിയ ഒരു വാചകമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് വെച്ച് തൗഹീദിന്റെ പ്രഭാഷണം നടത്തുമ്പോൾ, തൗഹീദിന്റെ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഏകാധിപത്യം, അല്ലാഹുവിന്റെ ഏകത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കപ്പെട്ട ദൗത്യം, ജോലി, അത് പറയലാണ്. മനുഷ്യന്മാരെ പറ്റി പറയലല്ല, മറ്റെന്തെങ്കിലും വസ്തുക്കളുടെ പോരിശകൾ പറയലല്ല, ദുനിയാവിന്റെ എന്തെങ്കിലും മഹത്വം പറഞ്ഞ് അതിലേക്ക് ആളുകളെ വിളിക്കലല്ല. ഏകനായ അല്ലാഹുവിന്റെ, അഥവാ നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബുൽ ഇസ്സത്ത് ആരാണോ അവനെ സംബന്ധിച്ച് സംസാരിക്കുക. മലമുകളിലും പാറക്കെട്ടുകളിലും കയറി, ഓരോ വീടുകളിലും കയറി ചെന്ന്, ഓരോ കച്ചവട സംഘങ്ങളെയും സമീപിച്ച്, ഓരോ മാർക്കറ്റുകളിലും ചെന്ന്, ആൾക്കൂട്ടത്തിലും ഒറ്റക്കും ആളുകളെ കണ്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച. കാരണം അത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയാണ്. അതില്ലെങ്കിൽ പിന്നെ ഇസ്ലാമില്ല. വളരെ ശക്തമായ ഭാഷയിൽ, കടുപ്പപ്പെട്ട ഭാഷയിൽ, ഒന്നും മൂടി വെക്കാതെ, ഒളിപ്പിച്ചു വെക്കാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് തൗഹീദിന്റെ പ്രഭാഷണം നടത്തി. പക്ഷെ ആ പ്രഭാഷണങ്ങളും ആ ദഅവാ പ്രോഗ്രാമുകളും നടക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ മറുഭാഗത്ത് ദാറുൻ നദ്വയിൽ ഖുറൈശി കുഫാറുകൾ സമ്മേളിച്ചു. ആരാണ് ഈ ഖുറൈശി കുഫാറുകൾ? ഉടമസ്ഥനായ അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞ് നിരാകരിച്ച നിരീശ്വരവാദികളല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ വിശ്വസിക്കാത്ത മറ്റെന്തെങ്കിലും മതത്തിന്റെ ആൾക്കാരുമല്ല. മക്കത്തുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ സംഘടിച്ച മക്കത്തെ ഖുറൈശികൾ ഉടമസ്ഥനായ അല്ലാഹുവിനെ സൃഷ്ടാവായി വിശ്വസിച്ചവരാ.
ഉടമസ്ഥനായ അള്ളാഹുവിനെ ഉടമസ്ഥനായി മാലിക്കായി വിശ്വസിച്ചവരാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ റാസിഖായി ജീവിതോപാധികൾ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നൽകുന്നവരായി മക്കക്കാർ വിശ്വസിച്ചത് ആ അള്ളാഹുവിനെ മാത്രമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ള സർവ്വ വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന മുദബ്ബിറായും അവർ വിശ്വസിച്ചത് അള്ളാഹുവിനെയാ. ഇത് നമ്മൾ വെറുമ്പാക്ക് പറയുന്നല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയേ, നിങ്ങൾ ഈ തൗഹീദി പ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മക്കത്തുള്ള ആൾക്കാരുടെ വിശ്വാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ വിശ്വാസം അറിഞ്ഞുകൊണ്ട് വേണം അവരോട് തൗഹീദിന്റെ പ്രഭാഷണം നടത്താൻ. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, നബിയെ, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയേ, ആരാ ആകാശങ്ങളെ സൃഷ്ടിച്ചതെന്ന്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന്, ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളെ നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന്, ഭക്ഷണം തരുന്നവൻ ആരാണെന്ന്, മണവർഷിപ്പിക്കുന്നവൻ ആരാണെന്ന്, ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് തരുന്നത് ആരാണെന്ന് നിങ്ങൾ മക്കത്തുള്ള കുഫാറിനോട് ചോദിച്ചു നോക്കി. ലയഖൂലുന്നല്ലാഹ്, നബിയെ, അവര് പറയും അല്ലാഹുവാണെന്ന്. അങ്ങനെ അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ പ്രഭാഷണം നടത്തിയത്. നമുക്ക് ഇന്ന് തൗഹീദി പ്രഭാഷണം നടത്താനുള്ളതും അതേപോലെ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മുന്നിലാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അന്ന് മക്കത്ത് വെച്ച് തൗഹീദിന്റെ പ്രസംഗം നടത്തുമ്പോൾ മറുഭാഗത്ത് അല്ലാഹുവിനെ ഇപ്പറഞ്ഞ രീതിയിൽ വിശ്വസിച്ച ചില ആളുകൾ ചെയ്ത രീതി എന്താണെന്നറിയോ? സ്വീകരിച്ച നിലപാട് എന്താണെന്നറിയുമോ? അവര് വിശ്വസിക്കുന്ന അല്ലാഹുവിനെ പറ്റി പറയുന്ന പ്രസംഗമായിട്ടും അവർ അംഗീകരിക്കുന്ന അല്ലാഹുവിനെ സംബന്ധിച്ച് വർത്തമാനം പറയുന്ന സദസ്സായിരുന്നിട്ടും അവർ സ്വീകരിച്ച നിലപാട് എന്താണെന്നറിയുമോ? അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗത്തിന്റെ മുമ്പിൽ ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചു, ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. റോമിന്റെയും പേർഷ്യയുടെയും കഥകൾ പ്രസംഗിക്കുന്ന കഥാകാരന്മാരെ കൊണ്ടുവന്ന് മറുഭാഗത്ത് സ്റ്റേജ് കെട്ടി കഥകൾ അവതരിപ്പിക്കാൻ വേണ്ടി അവന് പൈസ കൊടുത്തു. ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി നാട്ടുകാര് അത് കേൾക്കുന്നതിൽ നിന്നും അവരെ തടയാനുള്ള പണികളും മുഴുവനും എടുത്തു. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു തന്നു. അവര് പറഞ്ഞു, നബിയേ, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേട്ടുപോകരുത്. വൽഗൗ ഫീഹി, ആ പ്രവാചകൻ ഖുർആൻ ഓതുമ്പം നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കണം, ബഹളമുണ്ടാക്കണം, ആളുകളുടെ ശ്രദ്ധ തിരിക്കണം. കാരണം അത് കേട്ടുപോയാൽ ആളുകൾക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാവും, അവർക്ക് ജീവിതത്തെ പറ്റി ഒരു ബോധമുണ്ടാവും. പിന്നെ അവർ അന്ധവിശ്വാസങ്ങൾക്ക് കിട്ടൂല, അനാചാരങ്ങൾക്ക് കിട്ടൂല, പുരോഹിത വർഗത്തിന്റെ മനസ്സിലുള്ള കൊള്ള ലാഭങ്ങൾക്ക് ചരക്കാക്കാൻ ഈ നാട്ടുകാരെ പിന്നെ ലഭിക്കൂല. അതറിയാവുന്ന ഖുറൈശിക്കൂട്ടം അന്ന് പ്രഖ്യാപിച്ചത് ഇന്നിപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൗഹീദിനോട്, അല്ലാഹുവിനെ കുറിച്ചുള്ള വർത്തമാനത്തിനോട്, സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ പെരുപ്പം പറയുന്നതിനോട് വെറുപ്പുള്ള, അസ്വസ്ഥതയുള്ള, സഹിക്കാൻ കഴിയാത്ത ഒരുതരം മനോഭാവം ഈ 21ാം നൂറ്റാണ്ടിന് ഉണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതകരമാണ്, അതിലേറെ സങ്കടകരമാണ്. ശരിയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്കുണ്ട്. എന്റെ ശബ്ദം ഈ നാട്ടിൽ നിന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, പള്ളി ഭാരവാഹികൾ, ഉസ്താദുമാര്, ഇവിടുത്തെ പൊതുപ്രവർത്തകര്, ആ കാര്യമൊന്ന് മനസ്സിരുത്തി കേൾക്കണം. നമ്മൾ വെറും വാക്ക് പറയാൻ വന്നവരല്ല. SKSM പരിപാടി സംഘടിപ്പിക്കുന്നത് ആരുടെയെങ്കിലും കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടല്ല. രണ്ട് കൈകൊട്ടി നന്നൊന്ന് പുഞ്ചിരിച്ച് ആ നല്ല പ്രസംഗം, നല്ല പരിപാടി, ഈ പറച്ചിൽ കേൾക്കാൻ നമ്മുടെ ലക്ഷ്യമേ അല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണമാണിത്, നിർവഹണമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരവതാനികളൊന്നുമല്ല.
നമ്മൾ ഈ നാട്ടിലെന്നല്ല, തൗഹീദിന്റെ പ്രഭാഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബൊക്കകളും പരമചാരികളും കയ്യടികളും പുഞ്ചിരികളുമല്ല, അതിനപ്പുറത്തുള്ളതാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബിയേ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഞാൻ ജീവൻ നൽകിയ, ഞാൻ ആരോഗ്യം നൽകിയ, ജീവിക്കാനുള്ള വസ്തുവകകൾ ഞാൻ നൽകിയ, ഓരോ സെക്കൻഡിലും എന്റെ ഓശാരം പറ്റി ജീവിക്കുന്ന, സ്വന്തമായി അടച്ച കണ്ണൊന്ന് തുറക്കുവാൻ എന്റെ ആവശ്യമുള്ള എന്റെ അടിമകളുടെ കൂട്ടത്തിൽ 2 വിഭാഗം ആൾക്കാരുണ്ട് നബിയെ. അതവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അതിലൊന്നറിയോ? ഇദാ ദുകിറല്ലാഹു വഹ്ദഹു, അല്ലാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ, ഏകനായ അല്ലാഹുവിന്റെ വലിപ്പം പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ പെരുപ്പം പറഞ്ഞാൽ, അടിമകളെ നിങ്ങൾ സൃഷ്ടിച്ച അല്ലാഹു ആരാണ്, എന്താ നിങ്ങൾക്ക് അവനോടുള്ള ഹക്ക്, ബാധ്യത, കടപ്പാട് എന്ന വിഷയം അവനോട് പറഞ്ഞാൽ, നബിയേ, പരലോക വിശ്വാസമില്ലാത്ത, മരണത്തിന്റെ ഓർമ്മയില്ലാത്ത, ദുനിയാവിലെ ജീവിതത്തെ ലക്ഷ്യമായി തെറ്റിദ്ധരിച്ച, സുഖലോലുപന്മാരായി ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്ത് ആത്മീയതയെ കച്ചവടച്ചരക്കാക്കി ഭൂമിയിൽ സുഖം കണ്ടെത്തുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് അവരുടെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവും നബിയെ. അങ്ങനത്തെ ഒരു ടീമുണ്ട് ദുനിയാവിൽ. ഇങ്ങനെ അള്ളാഹുവിനെ പറ്റി മാത്രം പറയുന്നത് കേട്ടാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല, മിണ്ടാതിരുന്ന് കേൾക്കാൻ കഴിയൂല, കേൾക്കാനുള്ള അവസരം ഒരുക്കാൻ അവർക്ക് പറ്റൂല. ആളുകൾ കേൾക്കുന്നതിന് അവര് പേടിക്കും, അവർക്ക് അതിനെന്തോ അസ്വസ്ഥതയുണ്ടാകും, അവർക്ക് സഹിക്കാൻ കഴിയാത്ത പലതും മനസ്സിൽ വരും. എന്നാലോ വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്തവരെ പറ്റി പറഞ്ഞാൽ, അല്ലാഹു പുറമെ ദുനിയാവിൽ ആരാധിക്കപ്പെടുന്ന, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ജാറങ്ങളും ദർഗകളും ഔലിയാക്കളും തങ്ങന്മാരും ബാവമാരും ബീവിമാരും, അഥവാ ഇസ്ലാമിന്റെ ഉള്ളകത്ത് നുഴഞ്ഞു കയറിയ പുരോഹിത വർഗത്തിന്റെ സുഖം തീർക്കാൻ സാധാരണക്കാരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഉണ്ടാക്കപ്പെട്ട ദർഗകളും ജാറങ്ങളും ഉറൂസുകളും കള്ളക്കറാമത്തുകളും പ്രസംഗിച്ചാൽ, ഇത് ഞാൻ പറയുക കേൾക്കണ്ട, അള്ളാന്റെ ഖുർആനിലുള്ള ആയത്താണ് ഞാൻ ഓതിയത്. അല്ലാഹു അല്ലാത്തവരെ പറ്റി പറഞ്ഞാൽ അവർക്ക് സന്തോഷായി, ചിരിക്കലായി, വരലായി, കൂടെ ഇരിക്കലായി, കൂടെ കൂടലായി, ആൾക്കാരെ കൂട്ടലായി, ശബ്ദകോലാഹലങ്ങൾ നിർത്തലായി. എപ്പോൾ അല്ലാഹു അല്ലാത്തവരെ പറ്റി പറഞ്ഞാൽ. പക്ഷെ ഇല്ല, നാം പറയേണ്ടത് അള്ളാഹുവിനെ പറ്റിയാണ്. എന്തുകൊണ്ടറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന പരമപ്രധാനമായ ജോലി തൗഹീദ് പ്രസംഗിക്കലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലാണ്. അതുകൊണ്ടറിയോ ദുനിയാവിന്തോ നാളെയോ തീരും. നമ്മൾ വെറൊരു യാത്രക്കാരാണ്, ദുനിയാവിൽ നമ്മൾ വെറൊരു യാത്രക്കാരാണ്. ആ യാത്ര എന്ന് അവസാനിപ്പിക്കണം, എവിടെ അവസാനിപ്പിക്കണം? നമുക്ക് ജീവൻ തന്ന അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു അവകാശമാണത്. നമ്മളാരും അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നവരല്ല. അള്ളാഹുവിന് അപേക്ഷ കൊടുത്ത് ഇന്ന ജില്ലയിൽ ഇന്ന രാജ്യത്ത് ജനിക്കണം, ഇന്ന ഉപ്പാന്റെയും ഉമ്മാന്റെയും മോളാവണം, ഇതൊന്നും നമ്മൾ റബ്ബിന് അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് ഇങ്ങോട്ട് വന്നതല്ല. അള്ളാഹു അവന്റെ ഇഷ്ടപ്രകാരം ഏത് സ്ഥലത്ത് ഏത് വീട്ടിൽ ആരുടെ മക്കളായി ജനിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഭൂമിയിലേക്ക് വിട്ടു. ഇനി എപ്പോഴാണ് ഭൂമിയിൽ നിന്ന് അവൻ തിരിച്ചു പോവേണ്ടത്? അതും അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു സത്യമാണ്, വേറാർക്കും അറിയില്ല. എത്ര ആൾക്കാർ പോയി? പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ജീവിച്ച് മതിമറന്ന് വിഹരിച്ച് സുഖിച്ച് സുഭിക്ഷമായി വാണുപോയ എത്ര ആളുകൾ പോയി ദുനിയാവിൽ നിന്ന്? ആരും ബാക്കിയായില്ല. അവരാരും പോകാൻ ആഗ്രഹിച്ചവരുമല്ല, അവരാരും ഈ ദുനിയാവിനെ വിട്ടു പോകാൻ കൊതിച്ചവരല്ല, മരണത്തെ കൊതിച്ചതിനെ വിലക്ക് വാങ്ങിയവരല്ല. ആരും മരിക്കണ്ടെന്ന് ചിന്തിച്ചവരാ, മരണത്തെ പേടിച്ചവരാ.
ഇനിയും ഒരുപാട് കാലം ഈ രസത്തില് ഭാര്യ മക്കളുടെ കൂടെ മാതാപിതാക്കളുടെ കൂടെ ഈ കച്ചവടം ചെയ്ത് ഇങ്ങനെ സുഖിച്ചു സുഖമായി ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കാം എന്ന് കൊതിച്ചവരാണ് അവരെല്ലാം. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനിഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയതാ. അടിമകളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദുനിയാവിൽ കാലാകാലത്തേക്ക് ജീവിക്കാമെന്ന്? ഇല്ല, നിങ്ങൾക്കതിനുള്ള അനുവാദം നൽകപ്പെടുകയില്ല. നിങ്ങളെ കൈമേൽ എത്രത്തോളം വലിയ എന്ത് തന്നെ ഉണ്ടെങ്കിലും, ആരോഗ്യമാവട്ടെ, അധികാരമാവട്ടെ, വസ്തുക്കളാവട്ടെ, നിങ്ങൾക്ക് എന്ത് തന്നെ നൽകപ്പെട്ടാലും ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ യാത്ര പറയേണ്ടി വരും. ഭൂമിയെ ഒഴിവാക്കിക്കൊണ്ട് ഭൂമിക്കകത്തേക്ക് നിങ്ങൾ പോവേണ്ടി വരും. കം തറകൂ, അങ്ങനെ എത്ര പേരാണ് നിങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളത്? എത്ര പേരാ ദുനിയാവിനെ ഒഴിവാക്കി യാത്രയായിട്ടുള്ളത്? അവരാരും മരിക്കാൻ ആഗ്രഹിച്ചിട്ടല്ലല്ലോ മരിച്ചത്. കം തറകൂ, എത്ര പേരാണ്, എത്രയാണ് ഉപേക്ഷിച്ചു പോയത്? മിൻ ജന്നാതിൻ വഉയൂൻ, അവർക്കൊക്കെ ജീവിതത്തിന് സുഖവും രസവും നൽകിയ വലിയ വലിയ തോട്ടങ്ങളും അരുവികളും. അവരൊക്കെ വലിയ പണക്കാരും മുതലാളിമാര്. ഗോതമ്പിന്റെ തോട്ടം, ഈത്തപ്പഴത്തിന്റെ തോട്ടം, അങ്ങനെ പല തോട്ടങ്ങളും ബിൽഡിങ്ങുകളും. കം തറകൂ, എത്രയാ ഒഴിവാക്കി പോയത്? എത്ര കൃഷിയിടങ്ങളാ തുണയില്ലാതെ, മുതലാളിയില്ലാതെ ബാക്കിയായത്? അമ്പരചുംബികളായ മനോഹരമായ എത്ര വീടുകളാണ് ആ വീടിന്റെ ഉടമസ്ഥർ വിട്ടേച്ച് പോയിട്ടുള്ളത്? ദുനിയാവിൽ അവർ സുഖം കണ്ടെത്തി രസിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങളെല്ലാം വിട്ട് എത്ര പേരാ യാത്രയായിട്ടുള്ളത്? ഒരു ദിവസം അവർക്ക് പിറകെ നിങ്ങളും അതേ വഴി അങ്ങോട്ട് പോകേണ്ടവര് തന്നെ. എപ്പോ അല്ലാഹു അലം. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഒരു ശരീരത്തിനും അല്ലാഹു അറിവ് നൽകിയിട്ടില്ല. ആരെയും അല്ലാഹു അറിയിച്ചിട്ടില്ല എവിടെയാണ് എപ്പോഴാണ് മരിച്ചു വീഴുക എന്ന്, എപ്പോഴായിരിക്കും എന്റെ ജീവിതം അവസാനിക്കുകയെന്ന്. കുടുംബത്തോട് യാത്ര പറയാൻ സാധിക്കാതെ, ചെയ്ത് പകുതിയാക്കി വെച്ച ജോലി പൂർത്തിയാക്കാൻ കഴിയാതെ, മക്കളെ ഒന്ന് വാത്സല്യത്തോടെ തലോടി ചുംബിച്ച് യാത്ര പറയാൻ കഴിയാതെ, നാളേക്കുള്ള ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കി വെച്ച് അത് പൂർത്തിയാക്കാൻ കഴിയാതെ, എവിടെയോ വെച്ച് ഏതോ സമയം എന്തോ കാരണത്താല് എപ്പോഴാണ് പോവേണ്ടി വരിക എന്ന് അല്ലാഹു ഒരുത്തരെയും അറിയിച്ചിട്ടില്ല. അഥവാ വളരെ വ്യക്തമായി തന്നെ അല്ലാഹു ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം അറിയില്ലെങ്കിലും ഒരാളുടെ കയ്യിൽ ഞാൻ നിങ്ങളുടെ സമയം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കയ്യിൽ നമ്മളെ വർഷം, നമ്മളെ മാസം, ആഴ്ച, ദിവസം, ആ സെക്കൻഡ് ഏൽപ്പിച്ചിട്ടുണ്ട്. മലക്കുൽ മൗത്തിന്റെ കയ്യിൽ. യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബികും, ഏ മനുഷ്യരെ, മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ. എന്താണ് ആ മലക്കിന്റെ പ്രത്യേകത? അല്ലദീ വക്കില ബികും, ആ മലക്ക് നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മംഗലാപുരത്ത് കടൽ തീരത്തിരിക്കുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും കുഞ്ഞുമക്കളിലും ആരാണ് ഇന്ന് രാത്രിയിൽ മരിക്കേണ്ടതെന്ന കൃത്യമായ സമയ വിവരം മലക്കുൽ മൗത്തിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുന്നുണ്ട്. മലക്കുൽ മൗത്തിനെ തടയാൻ ആർക്കും സാധിക്കൂല. മലക്കുൽ മൗത്തിന്റെ വരവിന് തടസ്സമുണ്ടാക്കാനും ആർക്കും സാധ്യമല്ല. അങ്ങോട്ടും ഇങ്ങോട്ട് അല്ലാഹ് തീരുമാനിച്ച സമയമെത്തിയാൽ അങ്ങോട്ട് മുന്തിക്കലുമില്ല, പിന്തിക്കലുമില്ല. ആ സമയത്ത് മലക്കുൽ മൗത്ത് പിടിച്ച് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അങ്ങനെ എപ്പം വരൂന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന യാത്രക്കാരാണ് ഞാനും നിങ്ങളും. ഏത് സമയത്തും വരാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ദാ നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിക്കോളെ, ഒരു വിദേശിയെ പോലെ ജീവിച്ചോളെ. യാത്രക്കാരനൊരു സ്ഥലത്ത് സ്ഥിരമായിട്ട് തങ്ങാറില്ല. ക്ഷീണിക്കുമ്പോ വിശ്രമിക്കാൻ ഇരിക്കുന്നതാണ്. വിശ്രമിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ യാത്ര തുടരണം. വിദേശികൾ കാലാകാലത്തേക്ക് വിദേശത്ത് മെരിക്കലല്ല പോയിട്ട് സ്വദേശത്തേക്ക് തിരിച്ചു വരാനുള്ള കൊതിയിലാണ് ജീവിക്കുക. അതേപോലെ ദുനിയാവിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കിയാൽ മതി. കാരണം ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും, ഒരു വലിയ ലക്ഷ്യത്തിലേക്ക്. അതുകൊണ്ടല്ലേ ആ കവി പാടിയത്, ഫസൗവിദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഏ മനുഷ്യ, എന്തൊരു അഹങ്കാരിയാണ് നീ എന്തൊരു ധിക്കാരമാണ് കാണിക്കുന്നത്. ആർക്കും നിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ, ആരും പറഞ്ഞാ കേൾക്കാതെ, ആരടാന്ന് ചോദിച്ചാ ഞാനടാന്ന് പറയുന്ന സ്വഭാവത്തില് എന്ത് പോക്കാ നിന്റെ പോക്ക്. നീ എന്താ ഇത്രത്തോളം മോശമായി നിന്നെ സൃഷ്ടിച്ച റബ്ബിനെ മറന്നിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? നീ ഏത് ബോധത്തിലാ ദുനിയാവിൽ കഴിയുന്നത്? ആരും നിന്നെ കാണുന്നില്ലാന്ന്, ആരും നിന്നെ പറ്റി എഴുതി വെക്കുന്നില്ലാന്ന്, ആരും നിന്നെ നിരീക്ഷിക്കുന്നില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അത് വേണ്ട കേട്ടോ. നിന്റെ കൂടെ നിരീക്ഷകരുണ്ട്, നിന്നെ കാണുന്നവനുണ്ട്. നിന്റെ ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും, നിന്റെ ഓരോ ശ്വാസവും എഴുതി വെക്കുന്ന മാന്യന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഫസൗവിദ് മിനത് തഖ്വാ, എത്രയും പെട്ടെന്ന് തയ്യാറായിക്കോളൂ, എത്രയും പെട്ടെന്ന് നന്നായിക്കോളൂ, എത്രയും വേഗം ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞോളൂ. ഒരു ലക്ഷ്യബോധവുമില്ലാതെ നാൽക്കാലികളെ പോലെ ദുനിയാവിൽ പരക്കം പായുന്ന ആ മൃഗീയ സ്വഭാവത്തിൽ നിന്ന് അൽ ഇൻസാൻ എന്ന മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നോളൂ. ഫസൗവിദ് മിനത് തഖ്വ. എന്തേ കാരണം? ഇദാ ജന്ന ലൈലുൻ, ഇദാ ജന്ന ലൈലുൻ, ഈ രാത്രിയുടെ ഇരുട്ട് നിന്നെ വന്ന് മൂടിയാൽ, നീ നിദ്രയിലേക്ക്, നീ ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ, ഹൽ തഈശു ഇലൽ ഫജ്രി, നാളത്തെ പ്രഭാതം കാണുമോ ഇല്ലേ എന്നുള്ളത് ഒരാൾക്കും അറിവായിട്ടുള്ളതല്ല. നാളത്തെ പ്ലാനിൽ നമ്മൾ കിടന്നുറങ്ങുക. പക്ഷെ കവി പറഞ്ഞു, നാളെ എണീക്കോ ഇല്ലെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഉറങ്ങുന്നതിന്റെ മുമ്പ് അല്ലാഹുവിനെ വെല്ലുവിളിച്ചിട്ടാണ് അവൻ കിടന്നത്. തൗഹീദിനെതിരായി സംസാരിച്ചിട്ടാണ് അവൻ കിടന്നത്. ദീനുൽ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് അവൻ ഉറങ്ങാൻ കിടന്നത്. മാതാപിതാക്കളെ കരയിപ്പിച്ചിട്ടാണ് അവൻ ഉറങ്ങാൻ കിടന്നത്. ധാർമ്മികമല്ലാത്ത വൃത്തികെട്ട തെണ്ടിത്തരം കാണിച്ച് തോന്നിവാസിയായിട്ടാണ് അവൻ ഉറങ്ങാൻ കിടന്നത്. നാളെ രാവിലെയാവട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാം, ഒന്നുകിൽ നന്നാവാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോവാം എന്ന തീരുമാനത്തിലാണ് അവൻ കിടന്നത്. പക്ഷേ ലാ തദ്രി, നിനക്കറിയൂല കേട്ടോ, നാളത്തെ പ്രഭാതം കണ്ണു തുറന്ന് കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള സത്യം. അതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്ന എന്താ അറിയോ? നാളത്തേക്ക് ഇപ്പൊ തന്നെ ശരിയാവാൻ, നാളത്തേക്ക് വെക്കല്ല, ഇപ്പൊ തന്നെ ചിന്തിച്ചോളാൻ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് അപ്പൊ തന്നെ സ്വീകരിച്ച് ജീവിച്ചോളാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. കവി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ വിചാരിച്ചോ മനുഷ്യരെ, മരണത്തിന് എന്തെങ്കിലും കാരണമുണ്ടെന്ന്, രോഗിയാകണമെന്ന്, ക്യാൻസർ ബാധിക്കണമെന്ന്, അപകടങ്ങൾ ഉണ്ടാകണമെന്ന്, മറ്റെന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിക്കണമെന്ന്, എങ്കിലേ മരിക്കുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് വേണ്ട കേട്ടോ. എത്രയെത്ര പിഞ്ചു പൈതങ്ങളെയാണ് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ആ ഉമ്മ ഗർഭം ചുവന്ന ഉമ്മാന്റെ മുഖം കണ്ടിട്ടേ ഉള്ളൂ. ജന്മം നൽകിയ പിതാവിന്റെ ചൂടറിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.
ആ പൈതലിന്റെ കവിളുകൾ ഉറച്ചിട്ടില്ല. ഉമ്മാന്റെ സ്നേഹചുംബനം വാങ്ങാൻ മാത്രം പാകമായിട്ടേ ഉള്ളൂ. അങ്ങനെ എത്ര പൈതങ്ങളെയാണ് നിങ്ങളുടെ ഖബറിന്റെ ഇരുട്ടിലേക്ക് എടുത്തു വെക്കുന്നത്? എന്നിട്ടെന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? മരണത്തിന് പ്രായപരിധിയുണ്ട്, മരണത്തിന് എന്തെങ്കിലും കാരണമുണ്ടെന്ന്. ഇല്ല കേട്ടോ, ഇല്ല. ഉണ്ടെങ്കിൽ ആ പൈതല് മരിക്കേണ്ടതല്ല. ഒരു സത്യമല്ലത്, യാഥാർത്ഥ്യമല്ലേ അത്? ആ പൈതങ്ങൾ മരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. എത്രയെത്രയോ രോഗികളാണ് മരണത്തെ കാത്ത് ഒന്നും മരിച്ചു കെട്ടിയെങ്കിലെന്ന് ആശിച്ചിരിക്കുന്നത്. പക്ഷെ അവര് മരിക്കുന്നില്ല. അതേസമയം ആരോഗ്യ ദൃഢകാർത്തരായ ആളുകള് രാവിലെ 2 മണിക്കൂർ ജിമ്മില്, 3/4 മണിക്കൂർ മോർണിംഗ് വാക്കിന്. ഓനെപ്പോലെ ആരോഗ്യമുള്ള ആള് നാട്ടിലില്ല. ഭക്ഷണത്തിന് ക്രമീകരണം, രാവിലെ ഇന്നതേ കഴിക്കൂ, ഉച്ചയ്ക്ക് ഇന്നതേ തിന്നു, വൈകുന്നേരം ഇതേ കുടിക്കുള്ളൂ. ഭയങ്കരമായ ക്രമീകരണം, പ്ലാനിങ്ങിലാണ് ജീവിതം. ഭയങ്കരമായ ആരോഗ്യമുണ്ട്. 5 മാസം കൂടുമ്പം മംഗലാപുരത്ത് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറെ കണ്ട് ഫുൾ ചെക്കപ്പ് ചെയ്യുന്നു. ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് കൊടുക്കുന്നു, ഹെൽത്തി ബോഡിയാണ്, ഒരു പ്രശ്നമില്ല. ഈ പൊട്ടനും പൊട്ടത്തെയും തിരിച്ചു വരുന്നു വീട്ടിലേക്ക്. ഡോക്ടർ ഒപ്പിട്ട് തന്നിട്ടുണ്ട്, ഇന്ന് മരിക്കൂല എന്ന് വിചാരിച്ചിട്ട് വീട്ടിലെത്തി ഡ്രസ്സൂരി AC ഇട്ട് ഉറങ്ങാൻ കിടന്നതാണ്. പിന്നെ ഉറക്കുന്ന എഴുന്നേറ്റിട്ടില്ല. മിൻ ഗൈരി ഇല്ലത്തിൻ, കാരണമൊന്നും പറയാനില്ലാതെ എത്ര പേരാ മരിച്ചു പോകുന്നത്? എന്തേ നിങ്ങളെ കണ്ണ് തുറക്കാത്തത്? ശരിയല്ലേ? യുവാക്കളെ, യുവതികളെ, മരിക്കൂലാതെ വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ മയക്കുമരുന്നിന്റെ ബാക്കിലോടുന്നത്, അതിന്റെ രസത്തിന്റെ പിറകെ പായുന്നത്? എന്നിട്ടല്ലേ നിങ്ങൾ ഉപ്പാനെ ഉമ്മാനെ ധിക്കാരം കാണിച്ച് അനുസരണക്കേട് കാണിക്കുന്നത്? നിങ്ങൾ കുടുംബത്തിന്റെ പേര് മോശമാക്കി, തറവാടിന്റെ പേര് മോശമാക്കി. ആളുകളെ ഉപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കി ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ട് പറയാൻ തുടങ്ങി, വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട പെണ്ണിന്റെ ഉപ്പയാണിത്, മയക്കുമരുന്നിന് അടിമപ്പെട്ട ചെക്കന്റെ ഉമ്മയാണിത്, തോന്നിവാസം കാണിക്കുന്ന ആണും ആണും തമ്മിലുള്ള സെക്സ് എന്ന വൃത്തികെട്ട തെമ്മാടിത്തരത്തിന് പിടിക്കപ്പെട്ട അതവില്ലാത്തവന്റെ കുടുംബമാണിത് എന്ന് പറഞ്ഞ് തലതാഴ്ത്തി നടക്കുന്ന തരത്തില് കുടുംബത്തെ, തറവാടിനെ പറയിപ്പിച്ചത് നിന്റെ കൈമൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്ത് വിചാരിച്ചിട്ടാണ് ഈ കളി കളിക്കുന്നത്? മയക്കുമരുന്ന് അടിമപ്പെട്ട് കള്ളി കുടിച്ച് MDM അടിച്ച് പരിസരബോധം നഷ്ടപ്പെട്ട് ഉമ്മാനെ തിരിച്ചറിയാതെയായി, പെങ്ങളെ തിരിച്ചറിയാതെയായി, സ്വന്തം ചോരയിൽ പിറന്ന പൈതങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ പിശാചിനെ പോലും നാണിക്കുന്ന തരത്തില് ഇന്നത്തെ യുവത്വം അധപ്പതിച്ചു പോയി. കാരണം നാളെയും ഞാൻ ഉണ്ടാവുന്നുള്ള വിചാരത്തിലാണ്. ഉപ്പാക്കും ഉമ്മാക്കും താങ്ങാവണം, തണലാവണം. മകൻ വളർന്നു വരുന്നു, മീശ വരുന്നു, താടി വരുന്നു, മകന്റെ ആരോഗ്യ മാതാപിതാക്കൾ കാണുന്നു. ഉപ്പ ഉറങ്ങാൻ കിടക്കുന്ന സമയം പറയും ഉമ്മാനോട്, ചെക്കൻ വളർന്നു വന്നു, നമുക്കൊരു താങ്ങായി, നമുക്കൊരു തണലായി, ഇനി നമുക്കൊന്ന് വിശ്രമിക്കാം. അനിയത്തിമാരൊക്കെ ഒന്ന് നോക്കിക്കോളും, വീടൊക്കെ ഒന്ന് നോക്കിക്കോളും. ഈ പാവപ്പെട്ട മാതാപിതാക്കളുടെ മനസ്സിന്റെ നിർവൃതിയുടെ, നല്ല ചിന്തയുടെ, മനസ്സിന്റെ നൊമ്പരമറിയാത്ത അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന ഈ തെണ്ടിച്ചെറുക്കാൻ അവൻ MDM അടിച്ചിട്ടാ കിടക്കുന്നത്. അവന്റെ തലയിൽ ഓടുന്നെന്താണെന്നറിയോ? ഉപ്പാൻ എങ്ങനെ കൊല്ലണം, ഉമ്മാനെ എങ്ങനെ കൊല്ലണം, അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ എങ്ങനെ പീഡിപ്പിക്കണം, ഇവനെ എങ്ങനെ കൊലപാതകം നടത്തണം, ഇന്ന തോന്നിവാസം എങ്ങനെ ചെയ്യണം. ആ മൃഗീയ ചിന്തയിലാണ് അവൻ കിടന്നുറങ്ങുന്നത്. നാണമില്ലേ ചെറുപ്പക്കാരെ? ലജ്ജാന്ന് പറയുന്ന സാധനമില്ലേ നാട്ടുകാരെ? ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനമില്ലേ നിങ്ങൾക്ക് ചെറുപ്പമേ? എന്ത് വിചാരിച്ചിട്ടാ നിങ്ങള് ഈ മയക്കുമരുന്നിന്റെ ബാക്കിൽ ഓടുന്നത്? അത് നിങ്ങൾക്ക് പെരുപ്പമുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? നിങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചോ?
നിങ്ങളെ വീട്ടിലും കുടുംബത്തിനും സൽപ്പേരുണ്ടാകുമെന്ന് വിചാരിച്ചു പോയോ? അല്ല കേട്ടോ, അല്ല. നിന്നെ കാണുമ്പോ ആളുകൾ തല താഴ്ത്തുകയാണ്. ഓനെ കാണുമ്പോ ആളുകൾ തല താഴ്ത്തുകയാണ്. ഉപ്പയും ഉമ്മയും തല താഴ്ത്തിയിട്ട് ആൾക്കാരെ മുമ്പിലൂടെ നടക്കുന്നത്. ഉപ്പ ഉമ്മവും പലതും വിശ്വസിച്ചു, പലതും സ്വപ്നം കണ്ടു. ഈ തെമ്മാടി ചെറുക്കനെല്ലാം തകർത്തു. നിമിഷ നേരം നിലനിൽക്കുന്ന സുഖത്തിന് പിറകിൽ പാഞ്ഞിട്ട് ഓൻ വിചാരിച്ചത് എന്തല്ലോ എലിയോ ആക്കാൻ പറ്റുമെന്നാണ്. അവൻ കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണില്ലേ വീട്ടില്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊരു പെണ്ണില്ലേ നിങ്ങളെ വീട്ടില്. ആ പെണ്ണിന്റെ ബാപ്പ 18 വയസ്സ് 20 വയസ്സ് വരെ കോഴിക്കുഞ്ഞിനെ തള്ളക്കോഴി സംരക്ഷിക്കുന്ന പോലെ ഒരു പരുന്തും പിടിക്കാതെ കാക്കയും കൊത്താതെ നോക്കി സംരക്ഷിച്ച് നിന്നെ വിശ്വസിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച പെണ്ണ്, ആ പെണ്ണിന്റെ സമാധാനം, അവരുടെ ആശ്വാസം നീയാകുന്ന ഭർത്താവിനാണ്. പക്ഷെ നീ കയറി വരുന്നത് ചെകുത്താനെ പോലെയാണ്. നീ എത്ര വലിയ നാണം കെട്ടവനാണ്. നീ എത്ര വലിയ ആനത്തം നഷ്ടപ്പെട്ടവനാണ്. കെട്ടിക്കൊണ്ടുവന്ന നിന്റെ മക്കളുടെ ഉമ്മാക്ക്, നിന്റെ ഭാര്യക്ക് സമാധാനവും ആശ്വാസവും സ്നേഹവും സ്വസ്ഥതയും കൊടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നീ ജീവിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. നീ ജീവിക്കുന്നതും ശവമാകുന്നതും സമമാണ്. നിന്റെ പൈതങ്ങള്, ചെറുപ്പക്കാരെ, നിന്റെ മക്കള്, ഉപ്പാന്റെ കയ്യും പിടിച്ച് ജീവിതം പഠിക്കാൻ കൊതിക്കുന്ന പാവപ്പെട്ട പിഞ്ചു വൈദങ്ങള്, ബാപ്പാന്റെ വാത്സല്യം കിട്ടാൻ അപ്പുറത്തെ പോലക്കുള്ള ബാപ്പ മക്കളോട് കാണിക്കുന്ന സ്നേഹം കണ്ട് കൊതിയോടെ ആ പെണ്ണുകൾ വീട്ടിലേക്ക് വരുന്നത് പിള്ളേര്, ആ മക്കള് ഇവനവരെ വാത്സല്യിക്കുന്നത് കാൽച്ചവട്ടടി കൊണ്ടാണ്, ശകാരം കൊണ്ടാണ്, ക്രൂരമായ പിശാചിന്റെ മുഖത്തോടെയാണ് ആ പൈതങ്ങളെ സമീപിക്കുന്നത്. പോട്ടെ പോട്ടെ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ സഹോദരൻ, എന്റെ കാക്ക, എനിക്ക് സംരക്ഷണം. എന്റെ നാട്ടിലൊരുത്തരും തൊടൂല, നാട്ടിലൊരുത്തരും എന്നെ നോക്കൂല, എന്റെ നേരൊന്ന് കണ്ടുപൊക്കൂല. കാരണം എനിക്ക് എന്റെ ഉമ്മ പ്രസവിച്ച എന്റെ സഹോദരനുണ്ടെന്ന നിർഭയത്വത്തിലും സമാധാനത്തിലും നിന്റെ വീട്ടിൽ ജീവിക്കുന്ന നിന്റെ കുഞ്ഞു പെങ്ങൾക്ക് നീ ഒരു ചെകുത്താനായി, പേടി സ്വപ്നമായി നാട്ടിൽ നിന്നെ കൊണ്ട് നാണക്കേടായിട്ടുണ്ടെങ്കിൽ നിന്റെ ആണത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്റെ ഉള്ളിലുള്ള മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട്. നീ മൃഗമാണ്. എത്ര പെങ്ങന്മാർക്ക് കല്യാണം നഷ്ടപ്പെട്ടു ഈ രണ്ട് സാധനം കൊണ്ട്? കള്ളുകുടി കൊണ്ട്, മയക്കുമരുന്ന് കൊണ്ട്, കഞ്ചാവ് കൊണ്ട്, MDM കൊണ്ട് എത്ര പിള്ളേരെ കല്യാണം നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ. പെങ്ങൾക്ക് 20 വയസ്സായി, 22 വയസ്സായി. ആ വയസ്സായ ഉപ്പയും ഉമ്മയും തെണ്ടി കറങ്ങി കഷ്ടപ്പെട്ട് ഒരു പുതിയ പെണ്ണെ കൊണ്ടുവന്നു. നാട്ടിൽ ആരോ പറഞ്ഞു കഞ്ചാവടി എന്റെ പെങ്ങളാണ്, അവര് വന്ന വഴിക്ക് വിട്ടു. ആര് തെറ്റുകാർ? ആ പാവപ്പെട്ട പെണ്ണോ? ആ പാവപ്പെട്ട മാതാപിതാക്കളോ? ഭൂമിയിലെ ജീവിതത്തിന്റെ സുഖം കണ്ടെത്താനായി പിശാചിനെ പോലെ മനുഷ്യത്വം മരവിച്ച ചെറുപ്പക്കാരാ നീയാണ് പ്രശ്നം. നീയാ നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം. ബോധവാനാവുക, അഭിമാനമുള്ളവനാവുക, കുടുംബത്തിന്റെ താണിയാവുക. മിനിറ്റുകൾക്ക് വേണ്ടിയുള്ള സുഖത്തിന് നീ നിന്റെ തറവാടിനെ വിൽക്കാതിരിക്കുക. നിന്നെ ഓർത്ത് കരയുന്ന പല കണ്ണുകളും നിന്റെ അപ്പുറത്തെ മുറിയിലുണ്ട്, ഉറങ്ങാതെ കരയുന്നു എന്ന സത്യം നീ മനസ്സിലാക്കുക. വേറെന്താ ഇന്ന് കിട്ടാനുള്ളത്? വേറെ എന്ത് നേട്ടാ കിട്ടാനുള്ളത്? പോലീസിന്റെ ലിസ്റ്റിൽ പേര് വന്നില്ലേ മുസ്ലിം ചെറുപ്പക്കാരുടെ? വിവാഹാലോചന വരുന്നു, ഒരു പെണ്ണിന് പുതിയാപ്പിള എടുക്കുവോ? ആൾക്കാർ പറയൂലേ കഞ്ചാവടിയനാണ്, കള്ളുകുടിയനാണ്, ആണുങ്ങളുമായി സെക്സ് ചെയ്ത് സുഖം തീർക്കുന്ന തെമ്മാടിയാണവൻ. പിന്നെ ഓന് പുതിയാപ്പിള എടുക്കുവോ ആൾക്കാര്? അഭിമാനമുള്ളവർ, അഭിമാനമുള്ളവർ, അന്തസ്സുള്ളവർ. പിശാചുക്കൾ ചിലപ്പോൾ എടുത്തെന്ന് വരും. പിശാചുക്കൾ, ഭൂതങ്ങൾ മനുഷ്യനെ പുതിയാപ്പിളയാക്കൂല. പുതിയാപ്പിളയാക്കാൻ നാട്ടുകാർ സമ്മതിക്കൂല. അങ്ങനെ ഓൻ ഏതെങ്കിലും വീട്ടിന്റെ പുതിയാപ്പിളയാക്കാൻ നാട്ടുകാർ സമ്മതിക്കൂല. കാരണം ഒരു പെണ്ണിന്റെ ജീവിതം അവന്റെ കയ്യിൽ കൊടുത്ത് നശിപ്പിക്കാൻ നാട്ടുകാർക്ക് കഴിയൂല. എന്തിനാ പിന്നെ ഇത്? എന്തിനാ പ്രിയപ്പെട്ടവരെ? എന്തിനാ നമ്മൾ മരണത്തെ മറന്നിട്ടല്ലേ ആ വഴിക്ക് പായുന്നത്? സംസ്കാരമില്ലാത്ത ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. വ്യഭിചാരം,
സർവ്വ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റുന്ന നിസ്സാര സംഗതിയായി മാറി. ആർക്കും ആരുടെ കൂടെയും രമിക്കാം, ആർക്കും ആരുടെ കൂടെയും ഉറങ്ങാം, ആർക്കും ആരെ ഉപയോഗപ്പെടുത്താം. നാൽക്കാലികൾ എരുമകളും കഴുതകളും ചെയ്യുന്ന പോലെ, നായകൾ ചെയ്യുന്ന പോലെ തെരുവുകളെ വികലമാക്കി, വൃത്തിഹീനമാക്കി, നാടിന്റെ മുക്കും മൂലയും ഓരോ വീട്ടിന്റെ ഇരുട്ടറകളും വ്യഭിചാരത്തിന്റെ സെക്സിന്റെ കേന്ദ്രങ്ങളായി മാറുകയാണ്. ദാ ഈ സാധനത്തിലൂടെ, കൈമിലുള്ള മൊബൈൽ ഫോണിലൂടെ സംസ്കാര ശൂന്യത എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ നാടെന്താണെന്നറിയോ? തന്തയില്ലാത്ത നാടാവും. തന്തയില്ലാത്ത നാട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു പറഞ്ഞ വാക്കറിയോ? വലാ തഖറബുസ്സിനാ വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് കേട്ടോ. ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല, അത് വളരെ മോശമാണ്, വളരെ വൃത്തികെട്ട സ്വഭാവമാണത്. നാൽക്കാലികളുടെ സ്വഭാവമാണ്. ഇഷ്ടമുള്ളിടത്തെല്ലാം പോയി വികാരം തീർക്കാന്നുള്ളത്. മനുഷ്യരെ നിങ്ങൾ അങ്ങനെയാവരുത്. അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്, ഹലാലാക്കി തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോവാൻ പാടില്ല. അള്ളാഹുവിന്റെ കർശനമായ താക്കീത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ തലയിൽ ഒരാണി അടിച്ചിറക്കലാണ് നീ ഒരു അന്യ പെണ്ണിനെ തൊടുന്നതിനേക്കാളും നിനക്ക് നല്ലത്. തലയിൽ ആണി അടിച്ചിറക്കാൻ പറ്റും ആർക്കെങ്കിലും ജീവനോടെ? കൈയും കെട്ടി നിന്നിട്ട് പറയാ, അപ്പാടാ ഒരു 10 ഇഞ്ചിന്റെ ആണെടുത്ത് അടിക്കെന്റെ തലക്ക് ബാക്കിന്ന് കയറ്റിക്കോ, മുമ്പൊന്ന് കയറ്റിക്കോ, ഞാൻ സഹിച്ചോളാം പറയോ? ആരെങ്കിലും പറയോ? അതിനേക്കാളും വേദനയും അതിനേക്കാളും പ്രയാസവും നിനക്ക് അനുഭവപ്പെടണം. നീ ഒരു അന്യ പെണ്ണിന്റെ ദേഹത്ത് കൈവച്ചാൽ, ഈ പെണ്ണ് അന്യ പുരുഷന്റെ ദേഹത്ത് കൈവച്ചാൽ അത്ര ശക്തമാണ് ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരബോധം. ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരബോധം. ആളുകൾ പരിശുദ്ധരായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നെഞ്ചത്ത് കൈവച്ചെന്ന് ചോദിച്ചോക്കിയേ. കൂടെ കിടക്കുന്ന ഭാര്യയെ ചതിക്കാതെ, കൂടെ കിടക്കുന്ന ഭർത്താവിനെ ചതിക്കാതെ പരിശുദ്ധ ജീവിതം നയിക്കുന്നവനാണ് ഞാൻ എന്നാർക്കൊക്കെ സ്വന്തത്തിനോട് പറയാൻ പറ്റും? കുമ്പസരിക്കണ്ട. സ്വന്തത്തിനോട്, നഫ്സിനോട് ഉത്തരം കൊടുത്താൽ മതി. ആർക്ക് പറയാൻ പറ്റും? ലാ യസിനി الزاني حين يزني وهو مؤمن ولا يشرب الشارب حين يشرب وهو مؤمن ولا يسرق السارق حين يسرق وهو مؤمن. സത്യവിശ്വാസിക്ക് ആ കളങ്കം ഉണ്ടാവൂല. അങ്ങനെ മുവഹിദുകൾക്ക് ആ കളങ്കം ഉണ്ടാവൂല. നീ അള്ളാഹനെ പേടിച്ച് സ്വർഗം കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ ആ കളങ്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യഭിചരിക്കുന്നവൻ വ്യഭിചാരം നടത്തുന്ന സമയം മുഅ്മിനായിട്ട് ചെയ്യാൻ പറ്റൂല, അവന്റെ ഈമാൻ ഊരപ്പെടും. ആ സമയത്ത് അവൻ ഈമാനില്ല. ആ സമയത്ത് മരിച്ചാൽ അവൻ കാഫിറായിട്ട് ചത്തു. ഒരു കള്ളുകുടിച്ചവൻ പൂസിരിക്കുന്ന സമയമത്രയും അവന്റെ ഈമാൻ ഊരപ്പെടും. അവൻ ആ സമയത്ത് മുഅ്മിനല്ല. ഒരു കള്ളൻ, ഏതാ കള്ളൻ? കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അപ്പം തന്നെ വന്നു, പാതിരാക്കി ആരും കാണാണ്ട് മുഖംമൂടി ഇട്ടിട്ട് പതുക്കെ വന്ന് തുറന്ന് കക്കിട്ട് പോകുന്നവൻ. പീടിയിലുണ്ട് കള്ളന്മാര്, ബിസിനസ്സിലുണ്ട് കള്ളന്മാര്. പറഞ്ഞു പറ്റിക്കുക, ചതിക്കുക, വഞ്ചിക്കുക, അളവ് തൂക്കത്തിൽ ഏറ്റക്കുറച്ചിൽ വരുത്തുക, കള്ള വാഗ്ദാനങ്ങൾ ചെയ്യുക, കള്ളസത്യം ചെയ്യുക, 50 റുപ്യന്റെ 500 റുപ്യ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതെല്ലാം കള്ളന്മാരാണ്. ആ കളവ് നടത്തുന്ന സമയം അവന്റെ ഈമാൻ അവന്റെ കൽബിൽ ഉണ്ടാവൂല, ഊരപ്പെടും. അങ്ങനെ മരിക്കുന്നതെങ്കിൽ അവന്റെ കഥ കഴിഞ്ഞു. അഥവാ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞെന്താ അറിയോ? ജീവിതത്തെ പരിശുദ്ധമാക്കണം. സംസ്കാരമില്ലാത്ത നാൽക്കാലികളെ പോലെ ആക്കരുത്. ലാ തഖറബു, ലാ തഖറബു, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നല്ല. അഥവാ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന തരത്തിൽ വർത്തമാനം കാണുക, ചിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വർഗമുണ്ടെന്ന് വഅദ ചെയ്യപ്പെട്ട ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പരിശുദ്ധ ഖുർആൻ പറയാൻ, യാ നിസാഅൻ നബി,
യാ നിസാ അൻ-നബി, പ്രവാചകന്റെ ഭാര്യമാരെ, പ്രവാചകന്റെ പെൺമക്കളെ, നിങ്ങളുടെ ശരീരം നിങ്ങൾ മറച്ചോളണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. കാരണം എന്താ അറിയോ, ഈ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇസ്ലാമിന് ഭയങ്കര വിലയാണ്. എൻ്റെ നിങ്ങളെ വീട്ടിലുള്ള ഉമ്മമാര്, പെങ്ങന്മാര്, പെൺമക്കള്, നമ്മുടെ സഹോദരിമാര്, ദീനുൽ ഇസ്ലാം അവർക്ക് കൊടുത്തിരിക്കുന്നത് മുത്തിന്റെ സ്ഥാനമാണ്. അവള് ഭോഗിച്ച് തള്ളാനുള്ള പാഴ്വസ്തുവല്ല. കച്ചവടക്കാരുടെയും പുരുഷ മുതലാളിമാരുടെയും പരസ്യ ബോർഡിന് അലങ്കരിക്കപ്പെടുവാൻ സൗന്ദര്യം നൽകപ്പെട്ട വെറും കച്ചവട ചരക്കല്ല ദീനുൽ ഇസ്ലാമിലെ പെണ്ണ്. അതുകൊണ്ടാ മുസ്ലിമീങ്ങള് ഹിജാബിന് വേണ്ടി സമരം നടത്തുന്നത്. എന്റെ പെണ്ണ് ഞാൻ കൊണ്ടോളാം, നീ കണ്ട് സുഖിക്കണ്ട. അതെന്നെ അതിന്റെ അർത്ഥം. നീ നിന്റെ പെണ്ണിനെ കണ്ടാ മതി, എനിക്ക് എന്റെ പെണ്ണ് ഞാൻ മഹർ കൊടുത്തിട്ട് ഹലാലാക്കി സ്വന്തമാക്കിയതാണ്, അവരുടെ അവകാശം എനിക്ക് മാത്രമാണ്. കാരണം പെണ്ണ് ഇസ്ലാമിൽ മുത്താണ്. മുത്ത് എവിടെ സൂക്ഷിക്കാം? മുത്തിനെ മത്തി ഉണക്കിയിട്ട് ഇവിടെ അല്ലേ ഉണങ്ങാനുണ്ട്? മത്തി ഉണക്കിയിട്ട് ഇവിടെ അല്ലേ ഇടുക? പൂച്ചയും നക്കും, നായി നക്കും, കാക്കയും കൊത്തിക്കൊണ്ടുപോകും. മത്തിയല്ല ഇസ്ലാമിലെ പെണ്ണ്, മുത്താണ്. പക്ഷെ പെണ്ണേ, നീ നിന്നെ വെറും പാഴ്മത്തിയാക്കി. മത്തിങ്ങക്ക് മേൽ തിരിയുമല്ലോ, കടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരല്ലേ. നിങ്ങളെ വെറും മത്തിയാക്കി. ആർക്കും മണപ്പിക്കാം, ആർക്കും ടേസ്റ്റ് നോക്കാം, ആർക്കും എടുത്തൊന്ന് പൊളിച്ചു നോക്കാം. പിന്നെ എന്തിനാ നിന്റെ ജീവിതം? പിന്നെ എന്ത് സുഖമാ നിന്റെ ജീവിതത്തിനുള്ളത്? എന്ത് പരിശുദ്ധിയുണ്ട് നിന്റെ ജീവിതത്തിന്? വളർന്നു വരുന്ന നിന്റെ മടിയിൽ കിടന്ന് വളരുന്ന പെൺകുട്ടികൾക്ക് നീ എന്ത് പരിശുദ്ധമാണ് പഠിപ്പിച്ചു കൊടുക്കുക? ഏത് വഴിക്കാ നീ അവരെ കൈവഴിച്ച് കൊണ്ടുപോവുക? നിന്റെ ജീവിതത്തിന് നിനക്ക് പരിശുദ്ധത തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, മറിയം ബിൻത് ഇമ്രാൻ, റസൂലുള്ളാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയം, ആ ഉമ്മാനെ പറ്റി അള്ളാഹു 2-3 സ്ഥലങ്ങളിൽ പറഞ്ഞ വിശേഷണ വാക്കെന്താ അറിയോ? അല്ലതി അഹ്സനത് ഫർജഹ, തന്റെ ഗുഹ്യ സ്ഥാനത്തെ സൂക്ഷിച്ച മറിയം. അത്ര ശക്തമാണ് ദീനുൽ ഇസ്ലാമിൽ ജീവിത വിശുദ്ധി. +1 +2 പഠിക്കുന്ന നമ്മുടെ നാട്ടിലും വീട്ടിലുമുള്ള പെൺകുട്ടികൾ, ചെറുപ്പക്കാര് എങ്ങോട്ടാ പോകുന്നു? പ്രിയപ്പെട്ടവരെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിന് ലക്ഷ്യബോധം ഇല്ലാത്തോണ്ടാ നമ്മളങ്ങനെ ആയിപ്പോകുന്നത്. ബന്ധങ്ങൾക്ക് വിലയില്ലാണ്ടാവുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കം, മടി, തെരുവിളി, അതേപോലെ ബന്ധങ്ങൾ ശിഥിലമാവുക, അയൽവാസിയെ അറിയാതിരിക്കുക. മക്ക ഖുറൈശികള് ലജ്ജിച്ച് തലതാഴ്ത്തുന്ന തരത്തിൽ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും എന്തേ നമ്മളിൽ സമ്മേളിച്ചത്? ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ മറന്നുപോയി. അതുകൊണ്ടാണ്. എന്താ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ലക്ഷ്യം? അതറിയണമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അറിയണം. ജീവിതത്തിന് എന്തെങ്കിലും ഒരു ബോധം വരണമെങ്കിൽ അള്ളാഹുവിന്. നമുക്ക് പറ്റിയ പ്രശ്നം എന്താ അറിയോ? നമ്മൾ അധികം ആൾക്കാർക്കും നമുക്ക് ഔലിയാക്കളെ മാത്രമേ അറിയുള്ളൂ. നമുക്ക് ജാറങ്ങളും ദർഗകളും അതിന്റെ പോലീസുകളും അതുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന കള്ളക്കഥകളും മാത്രമേ അറിയൂ. അതിന്റെ അപ്പുറത്തുള്ള കഥകൾ നമുക്കറിയില്ല. പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളകത്തെഴുതപ്പെട്ട വാചകങ്ങൾ വായിച്ച് പഠിക്കുന്ന എത്ര യുവാക്കളുണ്ടാവും നമ്മുടെ നാട്ടില്? ഇതെന്താന്ന് അറിയുന്ന എത്ര പേരുണ്ടാവും? ഒരു ദിവസം 5 നേരത്തെ നിസ്കാരത്തിന് 17 പ്രാവശ്യം ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഇന്ന് ദുനിയാവിൽ ദർഗകൾ ഉണ്ടാവൂല, ജാറങ്ങൾ ഉണ്ടാവൂല, പുരോഹിത വർഗത്തിന് ഒരു പണി ഉണ്ടാവൂല, പുരോഹിത വർഗത്തിന്റെ ഒരു ചതിയും നടക്കൂല. ഉറൂസിനും ദർഗയിലും നേർച്ചയ്ക്കും വിളിച്ച് ആൾക്കാരെ 10,000 കള്ളയടിച്ച് സുഖിക്കുന്ന പുരോഹിത വർഗം എന്നേ താണുപോയിട്ടുണ്ടാവും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മാത്രം പഠിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ടാ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞ് തൗഹീദ് പറയുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത്, അതുകൊണ്ടാ നാട്ടുകാർ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എപ്പോ നടക്കുന്ന പരിപാടി എന്നെ സമയം കൂട്ടി പരിപാടി നടത്തുന്നത്. അതുകൊണ്ടാണ്. അത് നമുക്ക് മനസ്സിലാവാൻ ചെറിയ ബുദ്ധി മതി, ചോറിച്ച ബുദ്ധി മതി, ഭയങ്കര ബുദ്ധിരാക്ഷസന്റെ ബുദ്ധി നമുക്ക് വേണ്ട. പക്ഷേ ആരെങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാലും ആരെങ്ങനെ കേൾക്കണ്ടെന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ അറിയാതെ, അള്ളാഹുവിനെ തിരിച്ചറിയാതെ
അവനോടുള്ള ഹക്ക് പൂർത്തിയാക്കാതെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ദർബാറിൽ വിജയം പ്രതീക്ഷിക്കുകയേ വേണ്ട. അതുകൊണ്ടറിയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി റസൂലായി വരുമ്പോഴും മക്കത്തുള്ള ആൾക്കാർക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞ എല്ലാ തോന്നിവാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റാനായിട്ട് ആദ്യം പറഞ്ഞ എന്താ അറിയോ? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നിങ്ങൾ അല്ലാഹുവിലേക്ക് വരിൻ, അല്ലാഹുവിന്റെ വലിപ്പം തിരിച്ചറിയൻ, സൃഷ്ടിച്ചവനെ പറ്റി ബോധവാന്മാരാവിൻ. നിങ്ങൾ അശ്രദ്ധയിലാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഖാലിഖായും മാലിക്കായും മുദബ്ബിറായി വിശ്വസിക്കുന്നുവെങ്കിലും അല്ലാഹുവിനോടുള്ള കടപ്പാട് പൂർത്തിയാക്കുന്നില്ല. എന്താ പ്രിയപ്പെട്ടവരെ കടപ്പാട്? ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങളോട്, പള്ളി ഖത്തീബിനോട്, മുദരീസുമാരോട്, പള്ളി ജമാഅത്ത് ഭാരവാഹികളോട്, ചെറുപ്പക്കാരികളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ കടപ്പാട് പൂർത്തിയാക്കുന്ന തരത്തിലാകണമെങ്കിൽ 2 ഫർദുകൾ പൂർത്തിയാക്കണം. ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, 100% ഉറപ്പോടെ പറയട്ടെ, 98-99% മുസ്ലിമീങ്ങൾ മാത്രമുള്ള ഈ കടൽക്കരയിലെ മുസ്ലിമീങ്ങളെ എല്ലാരെയും വിളിച്ചുകൂട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഫർദുകൾ എത്ര ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ചിലപ്പോൾ മുദരിസിന് പോലും കിട്ടിക്കൊള്ളുന്നില്ല. ഇല്ല, അറിഞ്ഞോണ്ടാ പറയുന്നത്, ഞാൻ പൂസായിട്ട് പറയുന്നല്ല, നല്ല ബോധത്തോടെ പറയുന്നത്. നിസ്കാരത്തിന്റെ ഫർദ് പഠിച്ചില്ലേ? അറിയാം. വാദ് 3, 4, 5 മണിക്കൂർ പറയുന്ന നിസ്കാരത്തെ സംബന്ധിച്ച് ഷർത്തുകള്, ഫർദുകള്, ആദാബുകള്, സുന്നത്തുകള്, വാജിബാത്തുകള്, ഹജ്ജിന്റെ, സക്കാത്തിന്റെ, നോമ്പിന്റെ ശരി, അതൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ആ കർമ്മങ്ങൾ ഒരു മനുഷ്യന് നിർബന്ധമാവുന്നത് കലിമത്ത് തൗഹീദിന്റെ ഷഹാദ പൂർത്തിയാകുമ്പോഴാണ്. ആ ഷഹാദ പൂർത്തിയാവാൻ 2 ഫർദുകൾ പാലിച്ചേ പറ്റൂ. 2 അറിയുന്നവരും വളരെ ചുരുക്കായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു ദുഃഖം കൂടി ഞാൻ പറയട്ടെ. ഒരു പക്ഷേ സലഫി നമ്മുടെ സഹപ്രവർത്തകർക്കും അറിയണമെന്നില്ല. അതൊരു ദുഃഖമാണ്, സങ്കടമാണ്. പഠിച്ചേ പറ്റുള്ളൂ നമ്മൾ. 2 ഫർദ്, അധികമൊന്നുമില്ല. ഒന്ന് ലാ ഇലാഹ, മറ്റൊന്ന് ഇല്ലല്ലാഹ്. 2 ഫർദുകൾ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് അള്ളാഹു അവതരിപ്പിച്ച കലിമത്തിന്റെ അർത്ഥം പൂർത്തിയാവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഞാൻ ഖുർആൻ മാത്രമേ പറയൂ. SKSM എനിക്കൊരു എഴുത്തും തന്നില്ല. SKSMന്റെ കമ്മിറ്റി എന്നോട് ഇന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുമില്ല. ഖുർആൻ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 ഭാഗങ്ങൾ കലിമത്തിന്റെ. ആ കലിമത്ത് പറയുന്ന ഒരു അടിമ കലിമ പൂർത്തിയാക്കി പറയണമെങ്കിൽ ഈ 2 ഭാഗത്തിന്റെയും അർത്ഥം എന്താന്ന് മനസ്സിലാക്കണം. ഒന്ന് ലാ ഇലാഹ, ഒന്നാമത്തെ ഫർദ്. നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർദ് എന്താ? നിസ്കാരത്തിന് എത്ര ഫർദാ ഉള്ളത്? 14 ഫർദ്. പണ്ടേ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചു. ഒന്ന് നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, നിൽക്കാൻ കഴിവുള്ള നിൽക്കൽ, ഫാത്തിഹ ഓതൽ, റുക്ഊ ചെയ്യൽ, ഇഅ്തിദാൽ ചെയ്യൽ, തുമഅ്നീനത്ത്, സുജൂദ്, പിന്നെ സലാം വീട്ടൽ, എല്ലാം പറയും. ഇസ്ലാം കാര്യം പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചപ്പം 5 പഠിച്ചപ്പോൾ അതിൽ 1 പഠിച്ചത് നിസ്കാര. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർദാണെന്ന് പാട്ട് പഠിച്ചിട്ടില്ലേ? ഈമാൻ ഇസ്ലാം അറിയില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അവിടെ നമ്മളെല്ലാവരും പഠിച്ചു, എണ്ണി പഠിച്ചു. ഇസ്ലാം കാര്യത്തിൽ 5 ഒന്നാമത് നമ്മൾ പഠിച്ച 5 നേരത്തെ നിസ്കാരമാണോ? അല്ല. ഒന്നാമത് പഠിച്ചു ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമയിലുള്ള ഷഹാദയാണ് ഇസ്ലാം കാര്യത്തിൽ 1. അഥവാ ആ ഷഹാദ പൂർത്തിയായാൽ മുസ്ലിമാവും. പിന്നെ 2 നിസ്കരിക്കണം, അത് കഴിഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കണം, അതും കഴിഞ്ഞിട്ട് നോമ്പെടുക്കണം, അതും കഴിഞ്ഞ് പറ്റുമെങ്കിൽ ഹജ്ജ് ചെയ്യണം. ഇസ്ലാം പൂർത്തിയായി. 1 ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാവണം. പിന്നെ എന്തേ പ്രിയപ്പെട്ടവരെ മദ്രസയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഫർളും ഷർത്തും അത് ബാത്തിലാവുന്ന കാര്യം ഉസ്താദ്മാർ നമുക്ക് പഠിപ്പിച്ചെന്നില്ല. ഞാൻ ഇന്ന ഉസ്താദ് ഒന്നും പറയില്ല, ഇന്ന പ്രസ്ഥാനത്തൊന്നും ഞാൻ പറയില്ല, ആവശ്യമൊക്കില്ല. ആൾക്കാരൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാരല്ലേ. എന്തുകൊണ്ട് ഉസ്താദ്മാർ നമുക്ക് ആ ഷർത്തും ഫർളും പഠിപ്പിച്ചെന്നില്ല? എൻ്റെ പ്രിയ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പള്ളിയിലെ ഖത്തീബിനെ വിളിച്ചിരുത്തി നാളെ സുബഹിക്ക് ചോദിക്കണം, എന്താണ് ഷഹാദത്തിന്റെ ഷർത്തും ഫർളും. ധൈര്യമുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ, ചങ്കൂറ്റുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ.
ചിലപ്പോൾ നിങ്ങളെ ജമാഅത്തിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങളെ പിണ്ടം വെക്കും. ഓഹോ, ഇന്നലെ ആ കടപ്പുറത്ത് നിന്ന് മൗലവി വന്നിട്ട് ഭ്രാന്ത് പറയുമ്പോൾ നീയും പോയി കേട്ടിനല്ലേ എന്നായിരിക്കും ഉസ്താദ് ചോദിക്കുക. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു പറഞ്ഞുതരാൻ പറ കലിമത്തിൻ. അതുകൊണ്ടാണ് നേരത്തെ നൗഫൽ സൂചിപ്പിച്ചല്ലോ, സലഫി SKSM എവിടെയെങ്കിലും പരിപാടി എടുത്താൻ വരുമ്പോൾ അവിടെ നിളവും, അവിടെ എല്ലാവരും ഒന്നും ഒരു ജാഗരൂകരാകും. എന്തുകൊണ്ടറിയോ? അവർ പറയേണ്ടതാ പറഞ്ഞിട്ട് പോവുക. അത് ജനങ്ങൾ കേട്ടാൽ സംതിങ് റോങ്. ചിലത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചിലത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ഗുണമല്ല അത്, നമ്മളാ പറയുന്ന ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹിന്റെ പവറാണ്. പരിശുദ്ധ ഖുർആനിന്റെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും പവറാണത്. എന്തുകൊണ്ടാ ഉസ്താദ്മാർ നമുക്ക് പഠിപ്പിക്കാതെ വിട്ടുപോയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തും ഫർളും ഇല്ലായിട്ടാണോ? അല്ലല്ലോ. ആ ഷർത്തും ഫർളും പൂർത്തിയാക്കി പഠിച്ചാൽ പിന്നെ ജാറത്തിലേക്ക് നാട്ടുകാർ വരൂല, ദർഗയിലേക്ക് ആളുകൾ വരൂല, നൂല് മന്ത്രിപ്പിക്കാനും ഉറുക്ക് കെട്ടാനും ആളെ കിട്ടൂല, തങ്ങന്മാർക്കും ബാവുമാർക്കും ബീവുമാർക്കും ബിസിനസ് ഉണ്ടാവൂല, ദാരിദ്ര്യത്തിന്റെ കുത്തുപാളയെടുത്ത് മിസ്കിനായി ദുനിയാവിൽ ജീവിക്കേണ്ടി വരും എന്ന പേടിയും ദുനിയാവിൽ സുഖിക്കാനുള്ള ആഗ്രഹവും ആർത്തിയും ആ ഒരൊറ്റ കാരണത്താലാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തതിന്റെ ഷർത്തും ഫർളും മണ്ണിൽ പൂഴ്ത്തി മൂടി വെച്ച് ഒളിപ്പിച്ചു വെച്ചത്. സലഫികൾക്ക് ദർഗാ പറഞ്ഞാൽ പേടിയാവോ? ഞാനൊക്കെ ഡൽഹി നിസാമുദ്ദീൻ ഔലിയാന്റെ അവിടെ പോയി തബ്ലീഗിലുള്ള സമയത്താണ്. തബ്ലീഗാർക്ക് പിന്നെ അതിന്റെ ഗൗരവമൊന്നും ഇല്ലല്ലോ. അപ്പൊ തണുപ്പ് കാലത്ത് ജാക്കറ്റ് ഇട്ട് അതിന്റെ കയ്യിൽ കീശയിൽ കൈയിട്ട് ഇങ്ങനെ നിൽക്കുക ഖബറിന്റെ മുമ്പിൽ. അപ്പൊ ഒരുത്തം വന്നിട്ട് അരെ ഭായ് അദബ് സെ കടേ ഹോ ജാओ, കഹാ കടേ ഹോ മാലൂമേ? കുറച്ച് അതബിന് നിൽക്കുമായി. എവിടെയാ നിൽക്കുന്നറിയോ? എവിടെ? മയ്യത്തിന്റെ മുന്നിൽ. എടാ നിൽക്കുന്നത് അതിന്റെ ഉള്ളിൽ മയ്യത്തുണ്ടെങ്കിൽ ഒരു ഖബറിന്റെ പുറത്ത്, അതേ സമയത്ത് അതിന്റെ അപ്പുറത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കാനായി കൈകെട്ടുമ്പം ആ ഒരു മനോഭാവമില്ല, ആ ഒരു അദബിന്റെ വർത്താനമില്ല. ഫജ്ർ നിസ്കാരത്തിന്റെ സമയം കണ്ടിട്ട് വർഷങ്ങളായ എത്ര യുവാക്കളുണ്ടാവും നമ്മുടെ നാട്ടില്? സുബ്ഹ് നിസ്കരിക്കാത്തവർ, ജമാഅത്തായി പള്ളി പോയി നിസ്കരിക്കാത്തവർ, ഒരു കല്യാണം വരുമ്പോ 5 നേരത്തെ നിസ്കാരം ഒരു കൂസലുമില്ലാതെ ഒഴിവാക്കുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ടാവും? പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു ഭയം മയ്യത്തിന്റെ മുമ്പിൽ. ആരാ ഈ മയ്യത്തിനെ പേടിക്കല്? അതിനെ പോലത്തെ മയ്യത്ത്. മയ്യത്തിനെ പേടിക്കൽ അതിനെ പോലത്തെ മയ്യത്ത്. ജീവിച്ചിരിക്കുന്നു പേടിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ആ 2 ഫർദുകളുടെ പവർ. ഒന്നെന്താ അറിയോ? ലാ ഇലാഹ നഫ്യുൽ ആം. നഫ്യുൽ ആം. നിങ്ങൾ നാളെ ഫജ്റിന് പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കണം. നഫ്യുൽ ആം, മൊത്തത്തിലുള്ള നിഷേധം എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഈ ദുനിയാവിൽ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായം തേടപ്പെടുന്ന ഏതൊക്കെ വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ ഉണ്ടോ അതിനെ മുഴുവൻ മനസ്സിൽ നിന്നും എടുത്തു പുറത്തേക്ക് വെച്ചോളണം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഫർദില്ലാണ്ട് പറഞ്ഞതാണ്, അത് അല്ലാഹു ഖബൂലാക്കൂല. ഒന്നാമത്തെ ഫർദ് നഫ്യുൽ ആം, എല്ലാത്തിനെയും മനസ്സിൽ നിന്ന് തള്ളിക്കളയണം. 2 ഇല്ലല്ലാഹ് ഐ ഇസ്ബാത്തുൽ ഖാസ്, അല്ലാഹുവിനെ മാത്രം സ്ഥിരപ്പെടുത്തുക. എല്ലാം കളഞ്ഞിട്ട് അല്ലാഹുവിനെ മാത്രം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്കിൽ ഞാൻ പറയട്ടെ, ബദരീങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസംഗിക്കുന്നതെങ്കിൽ നീ കാപട്യം കാണിക്കുന്നവനാണ്, മുനാഫിഖാണ്. ബദരീങ്ങളെ സഹായിക്കോ? ബദരീങ്ങളെ സഹായിക്കോ? ഞാൻ ഖുർആനാ പറയുന്നേ, എന്റെ വർത്താനമല്ല. അള്ളാഹ്ക്ക് പുറമെ ബദരീങ്ങളെ, മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ സഹായിക്കുമോ? ഇല്ലയോ? സഹായിക്കുമെന്നാണ് കള്ളക്കഥകൾ. അതല്ലെങ്കിൽ ആൾക്കാരുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന പുരോഹിതന്മാര് പറഞ്ഞു കൊടുക്കുന്ന കഥ. ബദരീങ്ങളെ സഹായിക്കും. എത്രത്തോളം പറഞ്ഞു തരാം? 2 കഥ ഞാൻ പറയാം. അതിലൊന്ന്, എന്നെ നിങ്ങൾ കല്ലെറിയാൻ പാടില്ലേ. നിങ്ങൾ മനുഷ്യന്മാരോട് പറയേണ്ട കഥയല്ല, കഴുതകളുടെ മുന്നിൽ അത് പറയപ്പെട്ടേ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് മനുഷ്യന്മാരോട് പറയുമ്പോൾ ചിലപ്പോൾ കല്ലെറിയും. ഒരു കഥ എന്താ അറിയോ? കുറച്ച് കള്ളന്മാര് എവിടെയോ, അതൊന്നും ചോദിച്ചൂടെ, എവിടെയോ പിന്നെ ഒരു പുര കണ്ടുവച്ചു, ഇന്നിവിടെ കയറണം. അങ്ങനെ ആ മുതലാളി കച്ചവട യാത്രക്ക് പോവാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ അയാൾ പോയ തക്കം നോക്കിയിട്ട് കള്ളം കയറി.
കള്ളന്മാര് താഴെ കയറി സാധനം എടുത്തിട്ട് ബാഗിലാക്കുമ്പോൾ മോളിന്ന് ഭയങ്കര ശബ്ദം, വാൾപ്പയറ്റിൻ്റെതും കുന്തത്തിൻ്റെതും അമ്പിൻ്റെയും വില്ലിൻ്റെ ഒക്കെ ശബ്ദം. ആകെ പേടിച്ച് എല്ലാം കൂടി ചാടിയിട്ട് ഉറങ്ങി ഓടി. രണ്ടാമത്തെ ദിവസം വന്നു അതേപോലെ തന്നെ, മൂന്നാമത്തെ ദിവസം വന്നു അതേപോലെ തന്നെ. ഇത് എവിടെയാ നടന്നത്? അമ്മോ, ഈ സംഭവം എവിടെയാ ഉള്ളത്? അത് ഏതോ ഒരു കിതാബിൽ ഏതോ മൂലാർക്ക് എഴുതി വെച്ചതാ, അതല്ലാണ്ട് ആധികാരികമൊന്നുമല്ല. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ വരുന്ന ആര്? മുതലാളി വീട്ടിന്റെ. ഈ കള്ളന്മാർ നേതാവ് വന്നിട്ട് പറഞ്ഞു, അല്ല ചങ്ങായി, നിങ്ങളെ പുരക്ക് 3 ദിവസമായി കക്കാൻ കയറുന്നു, കക്കാൻ കഴിയുന്നില്ലല്ലോ, എന്താ സംഗതി? അപ്പൊ മുതലാളി പറഞ്ഞു, അത്രേ, അറിയില്ലല്ലേ, നമ്മൾ പോകുമ്പോ ബദരീങ്ങളെ പേര് വാതിലിന് എഴുതി ഒട്ടിച്ചിട്ട് പോയതാ. അവിടെ നിങ്ങൾ കക്കാൻ വന്നപ്പം ബദരീങ്ങൾ കബർന്ന് വന്ന് എൻ്റെ സ്വത്തിനെ സംരക്ഷിച്ചതാണ്. ബദരീങ്ങളെ വാടിന്റെ ശബ്ദം നിങ്ങൾ കേട്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉസ്താദുമാരോട്, ഖതീബുമാരോട്, ബദർ യുദ്ധത്തെ ഷഹാദത്ത് കലിമയ്ക്ക് വേണ്ടി ഷഹീദായ 14 പൂങ്കവന്മാരെ കുറിച്ച് നിങ്ങൾ എന്ത് കഥയാ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നത്? എന്ത് വിരോധാഭാസമാണിത്? ഇതെന്തൊരു നന്ദികെട്ട വർത്തമാനമാ. മിമ്പർ ഉപയോഗിച്ച്, മെഹ്റാബ് ഉപയോഗിച്ച് ബദരീകളാകുന്ന ഷഹാദത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഈ കള്ളക്കഥ ഉടമസ്ഥന്റെ കോടതിയിൽ തീർച്ചയായും ഹിസാബ് പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട. ഞാൻ ചോദിച്ചോട്ടെ, അഥവാ ആ മുതലാളിന്റെ വീട്ടിൽ ബദരീങ്ങള് അങ്ങനെ കൊള്ളക്കാരെ വരട്ടാൻ വേണ്ടി വന്നെങ്കിൽ തൊട്ട പിറ്റേ വർഷം നടന്ന ഉഹുദ് യുദ്ധത്തിൽ ആ ബദരീങ്ങൾ എവിടെയായിരുന്നു? ഉഹുദ് യുദ്ധത്തിൽ ആ ബദരീങ്ങൾ എവിടെയായിരുന്നു? ഈ ഉസ്താദും ഖതീബും ഈ നാട്ടിലുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ഈ കഥ. ഉഹുദ് യുദ്ധത്തിൽ ബദരീങ്ങൾ എവിടെയായിരുന്നു? ഉഹുദിന്റെ രണഭൂമിയിൽ. ഇസ്ലാമിന്റെ രണ്ടാം വർഷം നടന്ന യുദ്ധമല്ലേ ഉഹുദ് യുദ്ധം? അതിൽ പങ്കെടുത്ത 1000-ഓളം വരുന്ന പട്ടാളക്കാരിൽ 300 ചുല്ലാനും അല്ലെങ്കിൽ 200 ചുല്ലാനും ബദരീങ്ങളല്ലേ? ബദറിൽ എന്താ സംഭവിച്ചത്? യുദ്ധത്തിന്റെ ആദ്യ ഭാഗം വിജയിച്ച് ജബലുർ റുമാത്തിൽ നിന്നും അമ്പയത്തിൽ വിദഗ്ധരായ സഹാബാക്കൾ താഴോട്ടിറങ്ങി ഖാലിദ് ബിൻ വലീദിന്റെ കുതിരപ്പട്ടാളക്കാര് പിറകിലൂടെ വന്നക്രമിക്കുകയും നമ്മളെ പരാജയപ്പെടുത്തുകയും പ്രിയപ്പെട്ട പ്രവാചകന് ദേഹോപദ്രവം ചെയ്യുകയും എന്നറിയാത്ത ആ ബദരീങ്ങൾ പിന്നെ എങ്ങനെയാ നിന്റെ നാട്ടിലെ പൈസക്കാരന്റെ പോലക്ക് കള്ളം കയറി പറഞ്ഞത്? ബടായി വിടും ഒരു അർത്ഥം വേണ്ട എന്തെങ്കിലും. ഉഹുദ് യുദ്ധത്തിൽ ബദരീങ്ങളെ ഓടിയത് ഇല്ലേ? അതല്ലേ സംഭവം, ചരിത്രം. ബദരീങ്ങൾ ഓടിയില്ലേ ഉഹുദ് യുദ്ധത്തിന്? പോട്ടെ പ്രിയപ്പെട്ട, ഒന്നുകൂടി ചോദിച്ചോട്ടെ, ബദർ യുദ്ധത്തിലെ ധീരശൂര പരാക്രമിയല്ലേ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് സയ്യിദു ശുഹദാ. ആരാ അതിന്റെ മുകളിൽ വെക്കാൻ പറ്റുള്ള ആണെന്നങ്ങളാ, മമ്രന്തങ്ങളാ? അതിന്റെ മുകളിൽ വെക്കാൻ പറ്റിയ ആരാ ഉള്ളത് ദുനിയാവിൽ? സിയമ്മടപൂര അല്ല, ഇന്ന് യാത്ര ചെയ്യുന്ന തങ്ങന്മാരാ? പോട്ടെ, ഒന്നും പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. ആരാ അതിന്റെ മുകളിൽ വെക്കാനുള്ളത്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഉഹദിന്റെ രണഭൂമിയിൽ മൃഗീയമായി കൊല്ലപ്പെട്ടു. ഉഹദ് യുദ്ധത്തിൽ മൃഗീയമായി കൊല്ലപ്പെട്ടു. കൊന്നത് വഹ്ശി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് പറഞ്ഞെന്താ അറിയോ? 2 കൈയിലും വാള് പിടിച്ച് ഉഹദിന്റെ രണഭൂമിയിൽ സിംഹത്തിനെ പോലെ ബഹുമാനപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പോരാടുന്നുണ്ടെങ്കിൽ പിറകിൽ ഹംസ എറിയാനുള്ള വിഷം പുരട്ടിയ കുന്തവും പിടിച്ച് ഹംസ അറിയാതെ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിഞ്ഞു നിന്ന് ഞാൻ ഹംസയെ ലക്ഷ്യം വെക്കുകയായിരുന്നു. അവസരം കിട്ടിയതും ഞാൻ എന്റെ കുന്തം വലിച്ചെറിഞ്ഞു. ഹംസയുടെ അടിവയറ് തുളഞ്ഞ് കുന്തം പുറത്തേക്ക് വന്നു. ഹംസ അവിടെ ഷഹീദായി. എന്റെ ചോദ്യം എന്താ അറിയോ? നിങ്ങൾ പറയും ബദരീങ്ങൾ കാക്കും, അവര് കാക്കും, ഇവര് കാക്കും, അതുകൊണ്ട് ബദരീങ്ങൾ വിളിച്ചോ, ബദർ മൗലിദ് നടത്തിക്കോ, ബദരീങ്ങൾക്ക് പോത്തിന് നേർച്ചയാക്കിക്കോ, നെയ്പ്പത്തിനും തിന്നോ. പക്ഷെ എന്റെ ചോദ്യം എന്താ അറിയോ? എന്തുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു എന്ന ശുഹദാക്കളുടെ നേതാവും ഔലിയാക്കളുടെ മുൻഗാമിയുമായ സഹാബി വര്യൻ ബാക്കിന്ന് വഹ്ശി കുന്തവും പിടിച്ചു വന്നപ്പോ അറിഞ്ഞില്ല എന്നെ എറിയാൻ വരുന്നുണ്ടെന്ന്? ജീവിച്ചിരിക്കുമ്പം ഹിന്ദ് ശരീരം കുത്തി പിളർത്തിയില്ലേ? ശരീരം വികലമാക്കിയില്ലേ ഹംസയുടെ റളിയല്ലാഹു അൻഹു? എന്റെ ഹംസ അറിഞ്ഞില്ല? അറിയൂല. അത് അള്ളാഹ്ക്ക് മാത്രമേ ഇൽമാണ്. ഹംസക്ക് അറിയൂലെങ്കിൽ ഉള്ളാളത്ത് അറിയൂല, വേറെ ആർക്കും അറിയൂല. അറിയുമെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹു അറിയണം എന്ന് ചരിത്രം പറഞ്ഞതാ.
ഞാൻ ഒന്നുകൂടെ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് വേണ്ടി സഹാബാക്കളെ സഫിൽ നിർത്തുകയാണ്. ഉഹദ് യുദ്ധത്തിന് വേണ്ടി സഹാബാക്കളെ സഫിൽ നിർത്തുകയാണ്. ജബൽ റുമാത്തിന്റെ മുകളിൽ 50 പേരോളം വരുന്ന സഹാബത്തിനെയും നിർത്തി. എന്തിനാ ഇത്രയും വലിയ തർത്തീബുകളൊക്കെ? ഒരു ഭാഗത്ത് ഉഹദ് മലയുടെ മറ, മറുഭാഗത്ത് മദീനയിലെ ഇടതൂർന്ന ഈത്തപ്പഴത്തോട്ടം, അതിന്റെ അപ്പുറത്ത് മൂന്നാമത്തെ ഭാഗത്ത് അമ്പയത്തിൽ വിദഗ്ധരായ 50 സഹാബാക്കൾ, ഒരു ഭാഗത്ത് മുസ്ലിം പട്ടാളക്കാരും. ഖുറൈശികൾക്ക് അങ്ങോട്ട് വരാനുള്ള ഒരു പഴുതുമില്ല. എന്തിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വലിയ തർത്തീബും പ്ലാനൊക്കെ ഉണ്ടാക്കുന്നത്? ഭൂന്നാക്കിയ പോലെ, മുളപൂരാക്കുന്ന പോലെ. നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നിട്ട് രാത്രിയിൽ കട്ട് ചെയ്ത് സുഖാക്കിയിട്ട് പോയിന്നല്ലേ പ്രസംഗിക്കുന്നത്. ഈ കെ അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിക്കാൻ വേണ്ടി ഇരുന്നപ്പം മൈക്കാർന്ന് ഇങ്ങനെ എണീച്ചു വന്ന് മുമ്പിൽ നിന്നോടുത്തല്ലേ പ്രസംഗിക്കുന്നത്. ഈ കെ അബൂബക്കർ മുസ്ലിയാരില്ലേ ഇപ്പം സമസ്തന്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യാത്രക്കാരുടെ ആള്, അയാള് അവരുടെ മുഷാവറയിൽ പങ്കെടുക്കുന്നു എന്നല്ലേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്കൊന്നും അറിയൂല, കഴിയൂല, ഇവർക്കെല്ലാം അറിയും, എല്ലാം കഴിയും. എന്ത് വർത്താനമായി പറയുന്നത്? പറയുന്നതിന് ലോജിക്ക് വേണ്ടേ? ഒരു ബുദ്ധിയുള്ള മനുഷ്യന്മാർ പറയും പോലെ കഥ പറയണ്ടേ? എന്ന് പറഞ്ഞാൽ മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഏടുകൾ ചുമക്കുന്ന കഴുതകൾ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. കലിമത്തിന്റെ രണ്ട് ഫർദുകളാ പറഞ്ഞു. ഒന്ന് ഉള്ളുന്നെല്ലാം കളയണം, മറ്റൊന്ന് അള്ളാഹുവിനെ മാത്രം കൊണ്ടുവരണം. എന്നിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം പ്രസംഗിച്ചത് ആ ഒറ്റ വാക്കാണ്. അള്ളാഹിനെ മാത്രം വിളിക്കുക, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യൻ. ബാക്കിയൊക്കെ വെറും മനുഷ്യർ, മഖ്ലൂഖാത്തുകൾ, മരിച്ചു പോകുന്നവർ, മരണത്തോടുകൂടി ദുനിയാവിലെ ജീവിതം അവസാനിപ്പിക്കുന്നവർ. ലാ യസ്മഉ വലാ യുബ്സിർ, കാണൂല, കേൾക്കൂല, ഒന്നും അറിയൂല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ ചിന്തിക്കുമെങ്കിൽ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമ്മളത് വകവെക്കാത്ത എന്തുകൊണ്ടറിയോ? ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ നമ്മൾ ഈ പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ട് അല്ലാഹുവേ ഞാൻ എൻ്റെ ജീവിതം ദർഗയിലും ജാറത്തിലും തങ്ങളെ വീട്ടിലും കൊണ്ടുപോയിട്ട് കളഞ്ഞല്ലോ, മാപ്പ് താ അല്ലാഹ്, ഇനി എനിക്ക് എന്നെ സൃഷ്ടിച്ച നീ മതി എന്ന് പറഞ്ഞു വന്നാൽ ഖലാസ്, നമ്മളെ യാത്രയും നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസവും അസുഖവും രോഗവും ഒന്നും നമുക്ക് പ്രശ്നമല്ല. സൂറത്തുൽ ഹജ്ജ് يا أيها الناس ضرب مثل فاستمعوا له يا أيها الناس അല്ലയോ ജനങ്ങളെ, മുസ്ലിമീങ്ങളെ മാത്രമല്ല കേട്ടോ, എല്ലാ ജനങ്ങളും അള്ളാന്റെ അടിയാറുകളാണ്. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മജൂസിയോ ജൂതനോ നസ്രാണിയോ മുസ്ലിമോ ആരായാലും ഒക്കെയും അള്ളാന്റെ അടിമകളാണ്. എല്ലാം അവർക്കൊക്കെ ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നത് അള്ളാഹു മാത്രമാണ്. അല്ലാണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലൊരു ഹിന്ദു സഹോദരൻ തെങ്ങ് വെച്ചു, വളർന്നു, തേങ്ങ വന്നു, നമ്മൾ പറയോ ഓന്റെ രാമദേവനോ നീ തേങ്ങ കൊടുത്തു പറയാൻ പറ്റുമോ? കൊടുത്ത അള്ളാഹു അല്ലേ. ഒരു ക്രിസ്ത്യാനി യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച് തെങ്ങ് വെച്ചു, വളർന്നു, തേങ്ങ വന്നു, നമ്മൾ പറയോ ആ ക്രിസ്ത്യാനിക്ക് ഈസാ നബിയാ തേങ്ങ കൊടുത്തെന്ന്? ഒരു ജൂതൻ വെച്ച് ഉസൈറിനെ വിളിച്ചിട്ട് ഉസൈറാ തേങ്ങ കൊടുത്തത്? ഇല്ല. റസാഖ് അവൻ അല്ലാഹുവാണ്. ഹുവർ റസാഖുൽ അലീം, അവനാണ് അല്ലാഹു. റാസിഖ് അല്ലാഹുവാണ്, അടിമകളുടെ ഉടമ അല്ലാഹു മാത്രം. അതുകൊണ്ട് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ദുരിബ മസലുൻ, ഇതാ ഒരു ഉദാഹരണം ഉപമിക്കപ്പെടുകയാണ്. ഫസ്തമിഊ ലഹ്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ശ്രദ്ധ തിരിക്കുന്നവരുണ്ടാവും, തിരിക്കല്ല. ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഫസ്തമിഊ ലഹ്, ഞാൻ ഈ പറയുന്ന ഉപമ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുവാ പറയുന്നു. അപ്പൊ കേട്ടല്ലേ പറ്റുള്ളൂ. ഉസ്താദുമാരും ഖാദിമാരും എല്ലാവരും കേൾക്കണം. അല്ലാഹ് പറയുന്നല്ലേ. എന്താണെന്നറിയോ പറയാറുള്ളത്? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ. ഏതാളുകൾ?
തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവരെയാണ് നിങ്ങൾ വിളിക്കുന്നത്, ഉപകാരം തേടുന്നത്, ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുന്നത്, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത്, നിങ്ങൾ ദുആ ചെയ്യുന്നത്, നിങ്ങളെ വണ്ടിക്ക് കാവലാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്, കടകളിലും വീടുകളിലും കുപ്പിക്കൊണ്ടുപോയി തൂക്കുമ്പോൾ അത് കാവലാണെന്ന് വിശ്വസിക്കുന്നത്, പുരോഹിതന്മാര് പറയുന്ന കള്ളത്തരങ്ങളും കഥകളും കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചവർ, തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരെയാണോ നിങ്ങൾ വിളിക്കുന്നത് അവരുണ്ടല്ലോ, ലൻ യഖ്ലുഖൂ ദുബാബ, ലൻ യഖ്ലുഖൂ ദുബാബ, തീർച്ചയായും അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല, ഒരു ഈച്ചയെപ്പോലും പടക്കുകയില്ല. എന്നിട്ട് അവരോടാണോ നിങ്ങൾ പോയി നിങ്ങളെ ആവശ്യം പറയുന്നത്? അല്ലാഹു ചോദിക്കുന്ന അടിമനോട്. ഏതടിമനോട്? ദാനത്തിന് മുമ്പ് പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നവനോട്, ദാനത്തിൽ നിന്ന് കിട്ടുന്ന നൂല് ഭയങ്കര ബഹുമാനത്തോടെ കെട്ടുന്നവനോട്, ദാനത്തിൽ കിട്ടുന്ന ഉറുക്ക് കെട്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തപ്പിട്ട് ഉണ്ട് അൽഹംദുലില്ലാ, അപ്പോൾ അൽഹംദുലില്ലാ എന്നാ പറയാ, ഉള്ളത് ഉറുക്ക, പക്ഷെ പറിച്ചത് അൽഹംദുലില്ലാ എന്നാണ്. ഒരു ബോധമില്ല. അള്ളാഹു പറയാണ് ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചക്ക് എന്തെങ്കിലും നാട്ടിൽ പറയാ? നിങ്ങളുടെ നാട്ടിലെ പല പേരും പറഞ്ഞാലുണ്ടല്ലോ ആ സാധനം നാളം കെട്ടു. പുലി എന്നെല്ലാം പറഞ്ഞാൽ പുലിക്ക് എന്താ പറയാ? പിലി. അതാ നിങ്ങളുടെ ഭാഷ. ഈച്ച. ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചനെ പടക്കാൻ പറ്റൂല നിങ്ങൾ എനിക്ക് അപ്പുറത്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാർക്ക്. എന്നിട്ടാ നിങ്ങൾ ദുനിയാവിൽ അവരോട് സഹായം ചോദിക്കാൻ പോകുന്നത്? എന്നിട്ടാണ് അവര് പറക്കുന്ന വിമാനത്തിന്റെ ചിറകിൽ പിടിച്ച് റൺവേയിൽ ഇറക്കി തന്നു എന്ന കഥ കേൾക്കുമ്പോൾ ലക്കില്ലാത്തവരെ പോലെ വിശ്വസിക്കുന്നത്. നിങ്ങൾ അത്ര അധപ്പതിച്ചു പോയോ? അള്ളാന്റെ ചോദ്യം. അള്ള പറഞ്ഞുതരാ ഒരു ഈച്ചനെ പടക്കൂല. മുലമാര് പറയാൻ ക്യാൻസർ വരെ മാറ്റും. നിങ്ങൾ ആരെ വിശ്വസിക്കുക? സെൽഫികൾ പറയുന്നു അള്ളാഹുവിനെ വിശ്വസിക്കാൻ. തെറ്റാ? ആ പറഞ്ഞത് തെറ്റാ? അത് തെറ്റാണെന്ന് ഇന്നൊരുത്തൻ ഇപ്പൊ പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഔട്ടാവും, ഇസ്ലാം എന്ന് ഔട്ടാവും. കാരണം അള്ളാഹു സൃഷ്ടിച്ചവനാണ്, മഅബൂദാണ്. ഒരു ഈച്ചയെപ്പോലും അവന് നിർമ്മിക്കുകയില്ല, പടക്കുകയില്ല. ഇനിയോ അവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയാലും ശരി ഒരു ഈച്ചനെ പടക്കാൻ അവർക്ക് പറ്റൂല. എന്നിട്ട് ആ ഓളയും കൂട്ടിയിട്ട് ജാറത്ത് പോയിട്ട് ഈത്തപ്പഴം കൊടുത്ത് കുട്ടിക്കുപ്പായ നേർച്ചയാക്കിയിട്ട്, തങ്ങളെ കുറെ കാലമായി മംഗലം കഴിഞ്ഞിട്ട് അമ്മായിയമ്മ ചൂടാന്ന്, അമ്മോച്ചൻ ചൂടാന്ന് എല്ലാരും കളിയാക്കുന്നു. ഒരു കുഞ്ഞിനെത്താ തങ്ങളെ ഒരു ലജ്ജയുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഈ ആയത്തോതി തൗഹീദ് പഠിപ്പിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖബറിന്റെ മുന്നിൽ ചെന്ന് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ അണിനിരത്തി തലയിക്കെട്ട് കെട്ടിയ മൗലവി മുസ്ലിംമാര് റസൂലുള്ളാഹിനെ വിളിച്ച് ദുആ ചെയ്യുന്ന ആ ഒരു കാഴ്ച നെഞ്ചിനെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോഴും പറഞ്ഞു ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത നസാറകളെ അല്ലാഹു ശപിക്കട്ടെ. അവർ അവരുടെ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, നബിമാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കിയെന്ന് ഈ മൗലാര് റസൂലുള്ളാഹിന്റെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കി ദുആ ചെയ്യാൻ. എന്തൊരു വിരോധാഭാസമാണ്. ആ ജമാഅത്തിലെ മിമ്പറും മിഹ്റാബും ഒക്കെ കയറി നിൽക്കാനുള്ള എന്ത് അർഹതയാ ഉള്ളത്? ഈ കൂട്ടക്കാർക്ക് വിശുദ്ധ ഖുർആൻ അറിയാത്ത, ആയത്തിന്റെ ഉള്ളടക്കം തിരിച്ചറിയാത്ത സാധാരണക്കാരെ ഇപ്പോഴും പറ്റിച്ചോണ്ടിരിക്കുന്ന 21ാം നൂറ്റാണ്ടില് 2025 AI-ന്റെ കാലത്താ ജീവിക്കുന്ന മനുഷ്യന്മാര്. അപ്പോഴാ ഈ കള്ളക്കഥയും പറഞ്ഞ ആൾക്കാർ. അള്ളാഹു പറഞ്ഞെന്താ അറിയോ? എല്ലാവരും വന്ന് കൂടിയെന്ന് വെച്ചോ ഒരു ഈച്ചനെ പടക്കാൻ പറ്റൂല. ഇനിയോ നിങ്ങൾ ന്യൂസ് കണ്ടില്ലോ ഫേസ്ബുക്കിലും മറ്റെല്ലാം? CM മടവൂരിന്റെ ജാറത്തിലെ പണ്ടാരം കൊണ്ടുപോയി പഠിച്ച കള്ളൻ. CM മടവൂരിന്റെ പണ്ടാരം കാണുന്നില്ല. ഭയങ്കരമായ കേസ്. കമ്മിറ്റിക്കാർ വന്നു, CCTV നോക്കണ, SA-നെ വിളിക്കണ, CA-നെ വിളിക്കണ. എന്തിനു ഇതിനെല്ലാം വിളിക്കുന്നത്? എന്തിന് CCTV നോക്കുന്നത്? മൂപ്പര് മുദബ്ബിറുൽ ആലം അല്ലേ? അവര് പറഞ്ഞ വാക്ക് ഞാൻ ഉദ്ധരിക്കുന്ന മാത്രമാണ്, നമ്മൾ പറയില്ല, നമ്മൾ നാവിന് പറയാൻ പറ്റൂല.
നമ്മളെ പോലല്ല എല്ലാത്തിനെയും ഭരിക്കുന്നത്. കോടാനുകോടി വരുന്ന മരങ്ങളുടെ ഇലയിൽ നിന്ന് ഉണങ്ങിപ്പോയാൽ അതും CM അറിയാതെ ഉണങ്ങി താഴോട്ട് വീഴൂല എന്ന പൊതും പിഴച്ച വാദത്തിന്റെ ആൾക്കാരല്ലേ നിങ്ങള്? അല്ലേ? അല്ല നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? AP ആയാലും EK ആയാലും ഏതാളായാലും ഒക്കെ CMന്റെ ആളല്ലേ? ഓപ്പറേഷൻ നടത്തുക, കുഞ്ഞുങ്ങളെ കൊടുക്കുക, രോഗം മാറ്റുക, ഇല പറിച്ചിട്ട് സ്വർണ്ണാക്കി കൊടുക്കുക, വിമാനത്തിൽ നിന്ന് പിടിച്ചിട്ട് ഇറക്കുക, പെട്രോൾ ഇല്ലാത്ത വണ്ടിയിൽ പച്ചവെള്ളം വെച്ച് ഓടുക. എന്തൊരു കഥയാ ഇത്? എന്താണ് ഭായി? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഈ ദാരത്തിലും ദർഗയിലും അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് അർപ്പിക്കുന്ന ദ്രവ്യങ്ങളില്ലേ, പത്തിരി, ഇറച്ചിയും, പോത്തും, അതും ഇതെല്ലാം, അതൊരു ഈച്ച എടുത്തിട്ട് പാറിപ്പോയാൽ അവിടെ എന്റെ പൂജ എനിക്ക് തന്നതാ, നിങ്ങക്ക് കൊണ്ടുപോകാനല്ല എന്ന് കമ്മിറ്റിക്കാർ മറ്റു പൊക്കുമ്പോ ഇത് പറയൂല. എങ്ങനെ? ജാറത്തുനിന്ന് ജാറത്തിൽ അർപ്പിക്കപ്പെടുന്ന സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒട്ടകങ്ങളും അതേപോലെ തന്നെ ഗോതമ്പിന്റെ കെട്ടുകളും നിധികളും അബൂലഹബ് എന്ന കൊള്ളക്കാരൻ, അബൂലഹബ് തങ്ങൾ എന്ന കഅബാലയത്തിലെ കൊള്ളക്കാരൻ, ആരംഭപ്പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വന്തം മൂത്താപ്പ അബൂലഹബ് തങ്ങള് ഇതൊക്കെ കെട്ടി മുടിച്ച് പത്തായം നിറക്കുമ്പോ നബിയേ പറഞ്ഞു കൊടുക്ക അവനോട്. ആ ഈച്ച വന്നിട്ട് ആ ഉള്ളിൽ കിടക്കുന്ന ആള് വന്നിട്ട് പറയൂല ഇത് എനിക്കുള്ളതാ, കൊണ്ടുപോകല്ല. അതുകൊണ്ടാ CMന്റെ ഭണ്ഡാരം കള്ളം കൊണ്ടുപോയത്. അങ്ങനെയാണ് കൊണ്ടുപോകാൻ പാടണ്ട. ആൾക്കാർ മൊത്തം പള്ളിയിൽ നിന്ന് പണ്ടാളത്ത് പൈസ ഇടുന്നെന്തിനാ? CM പുര കാക്കാൻ, CM മക്കളെ കാക്കാൻ, CM യാത്ര ചെയ്ത് കൂടെ ഉണ്ടാവാൻ. അതേ CM ഉറങ്ങിപ്പോയി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആയത്തുൽ കുർസിയാണ്. പുറക്ക് പോയിട്ട് അർത്ഥം നോക്കിയാൽ മതി, അല്ലാഹനെ മനസ്സിലാവും. അള്ളാഹനെ മനസ്സിലാവും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞതാ പരിശുദ്ധ ഖുർആനിൽ, ഇതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഉപമ. ഒരു ഈച്ചനെ പോലും അവര് നിർമ്മിക്കൂല. പിന്നെ എന്ത് കണ്ടിട്ടാ നിങ്ങൾ ഈ പോകുന്നത്? പോയവനും പോകപ്പെട്ടവനും ഒരുപോലെ ബലഹീനൻ തന്നെ, തേടിയവനും തേടപ്പെട്ടവരും. അതെവിടെയാ മനസ്സിലാവുന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്ന് നിർത്തും. ശരിക്കും കേട്ടോട്ടോ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു കൊണ്ടുവന്ന് നിർത്തും. എന്താ കാര്യം? ലോകത്ത് വരുന്ന കോടിക്കണക്കിന് നസാറാക്കൾ, ക്രിസ്ത്യാനികൾ വാദിക്കുന്നത് ഈസ നബിയാണ് നമ്മളെ കാര്യം നടത്തുന്നതാണ്. അത് തെറ്റാ? അത് നമ്മളെ നബിയല്ലേ? അത് നമ്മളെല്ലാം പറയുന്നത് തെറ്റ്. അപ്പുറത്തെ മുദീശകൾ വിളിച്ചാലോ അത് പക്ക ഇസ്ലാം. ഇതെങ്ങനെ പങ്ങനാവില്? മറിയവനെ വിളിക്കുന്ന നസാറാക്കൾ, മറിയവനെ വിളിക്കുന്ന നസാറാക്കൾ ഇസ്ലാം എന്ന് പുറത്ത്, മറ്റേ ബീവിനെ വിളിക്കുന്ന മുസ്ലിമുകൾ ഇസ്ലാമിന്റെ ഉള്ളിൽ. അതെങ്ങനെ ആവുക? എന്നാൽ ഈ പറയപ്പെട്ടതിനേക്കാൾ എത്രയോ ടോപ്പായിട്ട് അല്ല പറഞ്ഞ ആൾക്കാരാ ഈസാ നബിയും മറിയമും. പിന്നെ അവരെല്ലാം വിളിക്കേണ്ടത്. ശരിയാണ്, കുറച്ച് കാലം കഴിയുന്നതിന് മുമ്പ് അങ്ങോട്ട് പോവും. കാരണം ഒരു മോചാർക്കൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ക്രിസ്മസ് ആരാ ആഘോഷിക്കേണ്ടതെന്നറിയോ? നമ്മള്. ക്രിസ്മസ് ആരാ ആഘോഷിക്കേണ്ടത്? നമ്മള്. കാരണം നമ്മുടെ നബിയാ. അതിന് ശേഷമായി ക്രിസ്ത്യാനികൾക്ക് നമ്മുടെ ഈസാ നബിന്റെ ജന്മദിനാണ്. അധികം വൈകാതെ ഉമ്മത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകും. നോക്കിക്കോ, ഇപ്പൊ തന്നെ കോളേജിലൊക്കെ ക്രിസ്മസിന്റെ പരിപാടിക്കാരാ മുമ്പിൽ. അപ്പൂപ്പന്റെ താടിയും ആ തൊപ്പിയും കുപ്പായിലിട്ട് മുമ്പിൽ മുസ്ലിം ഉള്ളർ. ആഴ്ചക്ക് വെള്ളിയാഴ്ച മിമ്പർ വന്ന് ഖുതുബ കേൾക്കുന്ന പിള്ളേരല്ലേ? അത് മദ്രസയിൽ പഠിക്കുന്ന പിള്ളേരല്ലേ? അവിടെ മഹല്ല് ജമാഅത്തില്ലേ? ഉസ്താദുമാരില്ലേ? ഖതീബുമാരില്ലേ? പള്ളിയിൽ ഖുതുബയോ പ്രസംഗമോ ഒന്നും നടക്കുന്നില്ലേ? നിങ്ങളുടെ മക്കള് സാന്താക്ലോസിന്റെ കുപ്പായവും താടിയും അപ്പൂപ്പന്റെ കുപ്പായവും പാന്റും ധരിച്ച് കരോളും പാടി ദഫ് മുട്ടി ക്രൈസ്തവരുടെ സ്റ്റാർ പിടിച്ച് റോഡ് സൈഡിൽ കറങ്ങുന്നത് കാണുമ്പോ ആൾക്കാർ ചോദിക്കുക, ഈ പിള്ളേർക്ക് മദ്രസയും പള്ളിയും ഖതീബും മിമ്പറും ഒന്നും ഇല്ലേ? ഇല്ല. നിങ്ങൾ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത് പിള്ളേരെ? അതാ പ്രശ്നം. പഠിപ്പിച്ചു കൊടുക്കുന്നത് സിയമ്മള പൂർഞ്ഞ, അല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പഠിപ്പിച്ചു കൊടുക്കുന്നത് തങ്ങളെയും ദാരത്തിനെയും ഔദു കലിമാത്തില്ലാഹി പറഞ്ഞിട്ട് ആ കലിമാത്തില്ലാഹിനെ തവസ്സുലാക്കിയില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊടുക്കല. ദീൻ പഠിപ്പിച്ചു കൊടുക്ക്.
നമ്മളെ സലഫി പിള്ളർത MSM ISM പിള്ളർ ഇരിക്കുന്നതാണെന്നില്ലേ, ചോദിച്ചൊക്കെ അവരോട് അവരുടെ പ്രവർത്തനം, അവർ കോളേജിൻ്റെ ക്യാമ്പസിൽ കാണുന്നതും അനുഭവിക്കുന്നതും. എന്തൊരു ബോധമില്ലാത്ത പിള്ളേരായി പോയി. ശരി, അള്ളാഹു വിളിച്ചോണ്ടൊരും ഈസ എന്താ ചോദിക്കുക? അള്ളാഹു ചോദിക്കുന്ന സന്ദർഭം, യാ ഈസ ഇബ്ന മറിയം, ഏ മറിയമിന്റെ മകൻ ഈസ, അഅന്ത ഖുൽത ലിന്നാസി, ഈ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആരോട്? അവിടെ കൂട്ടിയിട്ടുണ്ട് നസാറാക്കളെ. വല്ലാഹി സുമ്മ വല്ലാഹി, മൊയ്തീൻ ഷേഖിന്റെ ആൾക്കാരുണ്ടാവും, ഉള്ളാളത്തിന്റെ ആൾക്കാരുണ്ടാവും, സാർവദർഗന്റെ ആൾക്കാരെയും കൂട്ടിയിട്ടുണ്ടാവും. കുറച്ചപ്പുറത്തെ അർശിന്റെ തണലിൽ അള്ളാഹുവിന്റെ ആൾക്കാരുണ്ടാവും. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും എനിക്ക് എൻ്റെ അള്ള ഉണ്ട്രാ എന്ന് പറഞ്ഞ് വേറെ ഒന്നിലേക്കും പോവാത്ത മുവഹിദുകളെ, മുഅ്മിനുകളെ പ്രത്യേകം ഒരുക്കിയ സ്ഥലത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നസാറാക്കളെ ചോദിക്കുന്നത്, ആ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ മറിയമിന്റെ മകൻ ഈസ, ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുക്ക് പുറമെ എന്നെയും എൻ്റെ ഉമ്മാനെയും ഇലാഹികളായി സ്വീകരിക്കണം, നമ്മളോട് ദുആ ചെയ്യണം, നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കണം, നമുക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യണം, നമ്മൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തിത്തരാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ മറിയമിന്റെ മകൻ ഈസ? അള്ളാഹുവിന്റെ ഹിസാബാണ് ഈസ നബിയോട്. ഖാല, കോടാനുകോടി വരുന്ന മനുഷ്യരാശിയെ മുഴുവനും സാക്ഷിയാക്കിക്കൊണ്ട്, നസാറാക്കളെ വിറപ്പിച്ചുകൊണ്ട്, അവരുടെ പിടിവള്ളി മുഴുവനും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഈസാ പ്രവാചകന്റെ മറുപടി, സുബ്ഹാനക് സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ് അല്ലാഹുവേ, ഞാൻ പറഞ്ഞിട്ടില്ല മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, സത്യമല്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാ പറയാ അവരോട്? സത്യമില്ലാന്ന് മനസ്സിലായില്ലേ? അപ്പൊ ദർഗയിൽ പോകുന്ന സത്യമില്ലാന്ന് മനസ്സിലായില്ലേ? മാ ലൈസ ലീ ബിഹഖ്, എനിക്ക് ന്യായമല്ലാത്ത സത്യമില്ലാത്തൊരു കാര്യം എന്നെ വിളിക്കാൻ ഞാൻ പറയേ, എൻ്റെ ഉമ്മാനെ വിളിക്കാൻ പറയേ? ഖത്തീബുമാരെ ഖുർആന്റെ പരിഭാഷ ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ മനസ്സ് പറയും, അല്ലടാ നീ പറയല്ലേ മൊയ്തീൻ ഷേഖിനെ വിളിച്ചോ മഴവൂരിനെ വിളിച്ചോ, എങ്ങനെ നിങ്ങൾ പറയാ? നാളെ ചോദിക്കൂലേ റബ്ബ് കോടതിയില്? മാ ഖുൽതു ലഹും, ഏ അല്ലാഹ് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല അല്ലാഹുവേ, ഇല്ലാ മാ അമർതനീ ബി, നീ എന്താണോ പറയാൻ എന്നോട് കൽപ്പിച്ചത് അതേതാണ്. അനിഅബ്ദുല്ലാഹ റബ്ബി വ റബ്ബക്കും, നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹനെ മാത്രമേ വിളിക്കാവൂ എന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാഹ്. കൃത്യമായ മറുപടി ഈസാ നബിയുടെ. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, കേട്ടോള, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയം ഞാൻ സാക്ഷിയാണ്. ആരും എന്നെ വിളിച്ചിട്ടില്ല, ആരും എന്നോട് ചോദിച്ചിട്ടില്ല, ആരും എന്നെ നിന്റെ പകരക്കാരനാക്കിയിട്ടില്ല, നിന്നിലേക്ക് എത്തിച്ചേരാനുള്ള ഇടയാളനായിട്ടും എന്നെ ആരും കണ്ടിട്ടുമില്ല. ഫലമ്മാ തവഫൈതനി, പക്ഷെ നീ എന്നെ ഉയർത്തിയതിന് ശേഷം, ആകാശത്തിലേക്ക് കൊണ്ടുപോയതിന് ശേഷം, കുന്ത അൻതർ റഖീബ അലൈഹിം, പിന്നെ അവരെ കണ്ടതും നിരീക്ഷിച്ചതും നീയാണ് റബ്ബേ. എനിക്കറിയൂല, ഞാൻ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഈസാ നബി ഒഴിവായി. നസാറാക്കൾ എന്ത് ചെയ്യും? പോയി. وأنت على كل شيء شهيد, ഏ അല്ലാഹ് നീ എല്ലാത്തിനും സാക്ഷിയാണല്ലോ അല്ലാഹ്. ഒളിപ്പിക്കാൻ കഴിയില്ലാട്ടോ, കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട് ഒരു മസ്തൻ സാക്ഷി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊണ്ടുവരും, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊണ്ടുവരും. നൂഹ് നബിയോട് ചോദിക്കും, നിങ്ങൾ ഞാൻ ഏൽപ്പിച്ച ജോലി പറഞ്ഞു കൊടുത്തോ? നൂഹ് പറയും, അല്ലാഹുവേ ഞാൻ എത്തിച്ചു കൊടുത്തു. ജനങ്ങളോട് ചോദിക്കും, നൂഹ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിനോ അലൈഹിസ്സലാം? ജനങ്ങൾ പറയും, ഇല്ല, പറഞ്ഞു തന്നിട്ടില്ല. ധിക്കാരികൾ, അഹങ്കാരികൾ, കാഫിറുകൾ, മുശ്രിക്കുകൾ 950 കൊല്ലം അടിയും ഇടിയും കല്ലേറും ഏറ്റുവാങ്ങി
ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസംഗിച്ചു കൊടുത്തത്. അവിടെ എത്തുമ്പോ കള്ളന്മാര് പറയും ഇല്ല നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹു ചോദിക്കും നൂഹ് ആരുണ്ട് നിങ്ങൾക്ക് സാക്ഷി പറയാൻ? ആരുണ്ട് നിങ്ങൾക്ക് സാക്ഷി പറയാൻ? നൂഹ് പറയും ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ ഉമ്മത്തുണ്ട് എനിക്ക് സാക്ഷി പറയാൻ. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പിൻതലമുറക്കാർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കാൻ മടങ്ങണം അള്ളാഹുവിലേക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നാവുകൊണ്ട് പറയുന്നത് ഖൽബിൽ വിശ്വസിച്ച് ഉറപ്പിച്ച് സത്യസന്ധമായിട്ടായിരിക്കണം. ജീവിതത്തിൻ്റെ മാറ്റം ആസ്വദിക്കാൻ കഴിയും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാട്ടിയ പോലെ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എന്ത് പരിപാടിയും ഇതെന്താ റസൂൽ ചെയ്തതാ? എന്നാ ഓക്കെ. ഇത് അല്ലാതെ റസൂൽ പറഞ്ഞിനോ? ഇല്ല. റസൂൽ ചെയ്തിനോ? എന്നാ എനിക്ക് വേണ്ട. അതാണ് ശരിക്കുള്ള മുത്തബി, റസൂലുള്ളാഹിന്റെ ഉമ്മത്തി. അങ്ങനെയാവണം. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇത്രയും സമയം പറഞ്ഞത് അള്ളാഹു ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹിൻ്റെ വഹ്ദാനിയത്താണ് പറഞ്ഞത്, അള്ളാഹുവിനെ പറ്റിയാണ് പറഞ്ഞത്. നമുക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ആളുകൾ അള്ളാഹിനെ കേൾക്കണം, അള്ളാഹിനെ പഠിക്കണം, അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് അവർ പോകണം. ഇതാ ഈ ഇരിക്കുന്ന മണ്ണും ഈ കടലും ഈ വെള്ളവും ഈ ആളുകളും ഈ ശ്വാസങ്ങളും മുഴുവൻ നാളെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്കും നമുക്കെല്ലാവർക്കും സാക്ഷിയാണ്. അള്ളാഹുവേ, നിൻ്റെ വഹദാനിയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നീ കബൂലാക്കണേ അല്ലാഹ്. തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ വാഹകരായി നേർവഴിക്ക് ജീവിക്കുന്നവരായി നമ്മയും ഈ നാട്ടുകാരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും വേണ്ടാധീനങ്ങൾ, അതേപോലെ തന്നെ തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദീനുൽ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൻ്റെ ചേരാത്ത ദുസ്വഭാവങ്ങൾ അല്ലാഹ് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഫضل കൊണ്ട് അവരെയൊക്കെ നീ മുക്തരാക്കണേ അല്ലാഹ്. എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും, മയക്കുമരുന്ന്, വ്യഭിചാരം, അതേപോലെ തന്നെ മോശമായിട്ടുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾ, മാതാപിതാക്കളോടുള്ള സ്നേഹമില്ലായ്മ, അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, വിശ്വാസത്തിനോടുള്ള കൂറില്ലായ്മ പോലെയുള്ള ആളുകളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മയും ഈ നാട്ടുകാരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൽബ് കൊണ്ടറിഞ്ഞ് ജീവനേക്കാളും സ്നേഹിച്ച് ആ വഴി മുറുകെ പിടിച്ച് ജീവിക്കുന്ന സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ പെടുത്തി നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹ് സമാധാനവും സ്വസ്ഥതയും നിർഭയത്വവും ഈ നാട്ടിലും ഈ നാട്ടിലെ ഓരോ വീട്ടിലും ഓരോ വ്യക്തികളിലും നീ ഇറക്കി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അതിന് നമ്മുടെ ഈ വാക്കും നമ്മുടെ ഈ പരിപാടിയും നമ്മൾ ചെലവഴിച്ച പൈസയും ഊർജ്ജവും സമയവും നീ കാരണമാക്കണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.